പഠിക്കാൻ പോകുന്നത് ഓൺ ഡ്രോസോഫില കേട്ടോ. സോ ഡ്രോസോഫിലയാണ് ഇന്നത്തെ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, സോ നോക്കിക്കോ, ഇതാ നമ്മുടെ സിലബസ് വീണ്ടും ഞാനൊന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് സിലബസ് നോക്കിക്കോട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയത് എന്തൂരായിരുന്നു? ഇത് നോക്കിയേ, ഇവിടെ ഇപ്പം ഇത് നമ്മൾ നോക്കിയില്ലേ. സോ ദിസ് തിങ് ഇസ് ഡൺ, ദിസ് തിങ് ഇസ് ഓൾസോ ഡൺ, ആൻഡ് ഇനി നോക്കാൻ പോകുന്ന മോർഫോജെനസിസ്. ഈ മൂന്നാമത്തെ സി ആട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താ സ്ലോ ആണോ സിസ്റ്റം? ഓക്കെ, സോ മോർഫോജെനസിസ് ആൻഡ് ഓർഗാനോജെനസിസ് ഇൻ ആനിമൽസിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്സിസ് ആൻഡ് പാറ്റേൺ ഫോർമേഷൻ ഇൻ ഡ്രോസോഫില. ഓക്കെ, സോ ഡ്രോസോഫില റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സോ ഡ്രോസോഫില സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. റെഡി ആണോ എല്ലാവരും? ഓക്കെ, സോ ഫസ്റ്റ് നോക്കിക്കോ. അപ്പൊ എന്തുകൊണ്ടാണ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ അല്ലെ? നിങ്ങൾ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ? ഉണ്ടോ? ഓക്കെ, അപ്പൊ ഡ്രോസോഫില മെലനോഗാസ്റ്റർ ആണ് ഏറ്റവും ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു മോഡൽ ഓർഗാനിസം. ഓക്കെ, സോ തോമസ് ഹണ്ട് മോർഗൻ ആണ് ഇതിൻ്റെ അകത്ത് സ്റ്റഡീസ് എല്ലാം കണ്ടക്ട് ചെയ്തത്. അപ്പൊ ഡ്രോസോഫില യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ആകെ 4 ക്രോമസോംസേ ഉള്ളൂ. അതിലൊരു ക്രോമസോം എന്ന് വെച്ചത് ഇതുപോലത്തെ ഡോട്ട് ക്രോമസോമാ. അപ്പൊ ഡ്രോസോഫിലയുടെ ക്രോമസോംസ് ഇങ്ങനെയൊക്കെ ആട്ടോ ഇരിക്കുന്നത്. സോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 3+1. ഇതൊരു ക്രോമസോം, ഇത് 2, ഇത് 3, ഇത് 4. അപ്പൊ അങ്ങനെ ഇതിൽ മൊത്തം എത്ര ക്രോമസോംസ് ആണ്? 4 ക്രോമസോംസ് ആണ് ബേസിക്കലി ഡ്രോസോഫിലയ്ക്കകത്ത് ഉള്ളത്. ആൻഡ് നമുക്കറിയാം ചെറിയ ഓർഗാനിസം ആയതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷൻ റേറ്റ് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. ആൻഡ് ഓൾസോ ഇവരുടെ ഫേറ്റ് മാപ്പ് ഭയങ്കര ഈസി ആയിട്ട് ട്രാപ്പ് ചെയ്യാൻ പറ്റും. ആൻഡ് ദേ ഓൾസോ പൊസസ് എ റാപ്പിഡ് ലൈഫ് സൈക്കിൾ. പെട്ടെന്ന് തന്നെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസം ആണ്. അപ്പൊ ഈ റീസൺസ് എല്ലാം കൊണ്ടാണ് തോമസ് ഹണ്ട് മോർഗൻ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ ഒരു മോഡൽ ഓർഗാനിസം ആയിട്ട് യൂസ് ചെയ്തത്. അപ്പൊ നോക്കിക്കേ, ഡ്രോസോഫിലയുടെ എംബ്രിയോജെനസിസ് അല്ലെങ്കിൽ ഇതിന്റെ ഗാമറ്റോജെനസിസ് ആണ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഡ്രോസോഫിലയുടെ ഗാമറ്റോജെനസിസ് പറയുമ്പോഴത്തേക്കും എസ്പെഷ്യലി നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് സ്പം. അപ്പൊ ഇതില് മെയിൻ ആയിട്ട് ഇവിടെ നമ്മൾ ഗാമറ്റോജെനസിസിൽ ഒന്നാമത് പഠിക്കുന്നതാണ് അബൌട്ട് സ്പെർമാറ്റോജെനസിസ് അല്ലെ. സോ ആദ്യം നമുക്ക് സ്പേംസും അതുപോലെ തന്നെ എഗ്ഗും ഉണ്ടാക്കണം. സോ അതെവിടെയാണ് ഉണ്ടാവുന്നത്, അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ലേൺ അബൌട്ട് ദി ഗാമറ്റോജെനസിസ് ഇൻ ഡ്രോസോഫില. അപ്പൊ ആദ്യം നോക്കിക്കേ, എങ്ങനെയാണ് മെയിൽ ഗമീറ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പം മെയിൻലി സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത് 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഡ്രോസോഫിലയ്ക്കകത്തുള്ളത് കേട്ടോ. സോ ടു ലേൺ അബൌട്ട് സ്പെർമാറ്റോജെനസിസ് വി ഹാവ് ടു നോ അബൌട്ട് 2 ടൈപ്സ് ഓഫ് സെൽസ്. അപ്പൊ ഒന്നാമത്തെ സെല്ലിന്റെ പേരാണ് ഹബ് സെൽ എന്ന് വിളിക്കൂ കേട്ടോ. ദ ഫസ്റ്റ് സെൽ ഇസ് കോൾഡ് ആസ് ഹബ് സെൽ. അപ്പൊ ഈ ഹബ്സെലിന്റെ ഡെഫിനിഷൻ അല്ല, എന്താണ് ഈ ഹബ്സെൽ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹബ്സെൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, അത് സ്റ്റെം സെൽസ് ആണ്. നമുക്കറിയാലോ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫേറ്റ് ഒന്നും കാണിക്കാത്ത ഒരു സ്പെഷ്യലൈസ്ഡ് എന്തായി തീരണം എന്നുള്ള ഒരു സെൽസിനാണ് നമ്മൾ സ്റ്റെം സെൽസ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പം ഇതൊരു ടൈപ്പ് ഓഫ് സ്റ്റെം സെൽസ് ആണ്. അത് ഈസി ആയിട്ട് എന്താ പ്രോലിഫറേറ്റ് ചെയ്യുന്ന ഒരു തരം സ്റ്റെം സെൽസ് ആണ് ഈ പറയുന്ന ആര് ഹബ്സെൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഹബ്സെലിന് ചുറ്റും എന്താ ഉള്ളത്? അതിന് ചുറ്റുമായിട്ട് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഗോണിയൽ ബ്ലാസ്റ്റ് ഉണ്ട്. അതാണ് അടുത്ത ടൈപ്പ് ഓഫ് അതിന്റെ അടുത്ത ടൈപ്പ് ഓഫ് സെൽസ് ഏതാ? ദാറ്റ് ഇസ് കോൾഡ് ആസ് ഗോണിയൽ ബ്ലാസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ഗോണിയൽ ബ്ലാസ്റ്റ് സെൽസും ഉണ്ട്. ഇവിടെ എഴുതിയിട്ടുണ്ട് ഗോണിയൽ ബ്ലാസ്റ്റ് സെൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചെറുതായിട്ടൊരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ വരയ്ക്കുവാണെങ്കിൽ നോക്കിക്കോ, ഇതൊരു സെല്ല്. സോ ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ദിസ് ഇസ് കോൾഡ് ആസ് ദ ഗോണിയൽ ബ്ലാസ്റ്റ്. പിന്നെ ഇത്ര വലുതായിട്ട് വരയ്ക്കണം കേട്ടോ, ചെറുതാക്കാവേ. സോ ദാ ഇവിടെ ഒരു സെല്ല് ആൻഡ് ഹിയർ വി ഹാവ് അനദർ സെൽ. ഓക്കെ, ഇതിന്റെ മുകളിലായിട്ട് ആരാ ഉള്ളത്? ഇതിന്റെ അകത്തുള്ളതാണ് ഹബ് സെൽസ്. അപ്പൊ ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഈ 2 എണ്ണത്തിനെ നമുക്ക് ഹബ് സെൽസ് എന്ന് വിളിക്കാം. സോ ദിസ് ഇസ് കോൾഡ് ആസ് ദ ഹബ് സെൽ. ഇതാണ് നമ്മുടെ ജേം സ്റ്റെം സെല്ല്. ഓക്കെ, germ stem cell, and this is what? This is the gonial blast. Okay, so this is the gonial blast. അപ്പൊ ഈ ഗോണിയൽ ബ്ലാസ്റ്റ് ആണ് എന്ത്? പ്രിക്കേഴ്സർ ഓഫ് ദി സ്പേംസ്. ഓക്കെ, സ്പേമിന്റെ പ്രിക്കേഴ്സർ, സ്പേം സ്റ്റെം സെല്ലിന്റെ പ്രിക്കേഴ്സർ ആണ് ആര്? ഈ ഗോണിയൽ ബ്ലാസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? സോ ദിസ് ഇസ് ആക്ച്വലി ദ ബേസിക് cells. These are the types of cells which are present for spermatogenesis. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹബ്സെലിന് ചുറ്റുമായിട്ട് എന്താ ഉള്ളത്? അത് GSCs 5 to 6. ഇവിടെ ഞാൻ ഒരു പാർട്ട് വരച്ചിട്ടുണ്ട്. 5 to 6
GSCs എല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനെ കണക്ട് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാറ്റഹറിൻസ് ആണ്. എവിടെ കാറ്റഹറിൻസിനെ കാണാൻ പറ്റുന്ന കാറ്റഹറിൻസിന്റെ കണക്ടിങ് പ്രോട്ടീൻസ് അത് ഇവിടെയായിട്ട് ഈ ജേം സ്റ്റെം സെൽസും ഹബ് സെൽസും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് കാറ്റഹറിൻസ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഡ്ഹെഷൻ മോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ സാധനമാണ് എന്ത് കാറ്റഹറിൻസ്. കാറ്റഹറിൻസ് വെച്ചിട്ടായിരിക്കും ഇത് കണക്റ്റഡ് ആവുന്നത്. ഓക്കെ, സോ ഫിസിക്കൽ അതായത് ഈ ഹബ് സെൽസ് ജേം സ്റ്റെം സെൽസ് ആയിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ആൾക്കാരാണ് ആര് കാറ്റഹറിൻസ് കേട്ടോ. അപ്പൊ ഈ കാറ്റഹറിൻസ് ഈ ഹബ് സെൽസ് ഉണ്ടല്ലോ, ഹബ് സെൽസ് ഒരുതരം ഫാക്ടറിനെ പ്രൊഡ്യൂസ് ചെയ്യും. അതിന്റെ പേരാണ് അൺപെയർഡ്. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി ഹബ് സെൽ. അപ്പൊ ഹബ് സെൽ എന്തിനെ ഉണ്ടാക്കും? ഹബ് സെല്ല് അൺപെയർഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ അൺപെയർഡ് എന്താ? അതൊരു പാരക്രൈൻ ഫാക്ടർ ആണ്. സോ വാട്ട് ഇസ് അൺപെയർഡ് എന്ന് വെച്ചാൽ അതെന്താണ്? ഇറ്റ് ഇസ് എ നമ്മൾ പഠിച്ചിട്ടില്ലേ ഓട്ടോക്രൈൻ, പാരക്രൈൻ, എൻഡോക്രൈൻ എന്നൊക്കെ. അങ്ങനെ സിഗ്നലിംഗ് ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറഞ്ഞു കേട്ടോ. സോ ദീസ് ആർ ബേസിക്കലി വാട്ട്? ദീസ് ആർ ബേസിക്കലി പാരക്രൈൻ ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ആരാ ഹബ് സെല്ലിനെ അൺപെയർഡിനെ ഉണ്ടാക്കിയ ഹബ് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്തു? ഹബ് സെൽസ് അൺപെയർഡിനെ സെക്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ അൺപെയർഡിന്റെ ഫംഗ്ഷൻ എന്താണെന്നറിയാവോ? ഈ അൺപെയർഡ് എന്ത് ചെയ്യുന്നറിയാവോ? ഇവര് ഈ ഗോണിയൽ ജേം സ്റ്റെം സെൽസിൽ ഓപ്പറേറ്റ് ചെയ്യും. സോ ദേ ആക്ട് വെയർ? ദേ ആക്ട് ഓൺ GSC. ഈ അൺപെയർഡ് എവിടെ ആക്ട് ചെയ്യുന്നത്? ജേം സ്റ്റെം സെൽസിൽ അല്ലെങ്കിൽ ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസിൽ ആക്റ്റീവ് ചെയ്യും. എന്താണ്? ആക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇറ്റ് വിൽ ആക്ടിവേറ്റ് എ പാത്വേ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ജാക്സ്റ്റാറ്റ് പാത്വേ എന്ന് സിഗ്നലിംഗിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അവര് ജാക്സ്റ്റാറ്റ് പാത്വേ ഓപ്പറേറ്റ് ചെയ്യും. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നറിയാവോ? ഇറ്റ് ലീഡ്സ് ടു എസിമെട്രിക് ഡിവിഷൻ ഓഫ് GSC. അതായത് GSC ഡിവൈഡ് ചെയ്യും, ജേം സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, സോ പ്രോലിഫറേഷൻ ഓർ ഡിവിഷൻ ഓഫ് ജേം സ്റ്റെം സെൽ ഒക്കർ. ഓക്കെ, മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടോ? ഇതിനകത്ത് എഴുതിയിട്ട് സ്ഥലമില്ല അല്ലെ? മനസ്സിലാവുന്നുണ്ടോ? മിണ്ടുന്നില്ലല്ലോ. എഴുതുന്നുണ്ടോ? ഒന്നുകൂടെ പറയാവേ. ഇപ്പൊ ഞാൻ എവിടെന്നാ പറയണേ? ഇവിടെ നിന്നല്ലേ. അപ്പൊ ഫസ്റ്റ് എന്താ? ഹബ് സെൽസ് ഉണ്ട്. സോ ഹബ് സെൽസ് എന്ത് ചെയ്യും? അൺപെയർഡ് എന്നൊരു പാരക്രൈൻ ഫാക്ടറിനെ സെക്രീറ്റ് ചെയ്യും. ഈ പാരക്രൈൻ ഫാക്ടർ എന്തിൽ ആക്ട് ചെയ്യും? ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസിൽ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. അവരൊരു ജാക്സ്റ്റാറ്റ് സിഗ്നലിംഗ് പാത്വേ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ജേം സ്റ്റെം സെൽസ് അല്ലെങ്കിൽ ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് ഡിവിഷൻ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ പറഞ്ഞ ഡിവിഷൻ ഇസ് എസിമെട്രിക് എന്ന് ഞാൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞായിരുന്നു അല്ലെ. സോ ഈ ഡിവിഷൻ ഇസ് എസിമെട്രിക് ആണ്. അപ്പൊ ഈ ഡിവിഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നറിയാവോ? അതില് 2 സെൻട്രിയോൾസ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. സോ ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് വാട്ട്? ദിസ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് 2 സെൻട്രിയോൾസ്. എന്താ ചെയ്യുന്നത്? 2 സെൻട്രിയോൾസ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ സെൻട്രിയോൾസ് എന്ത് ചെയ്യുന്നറിയാവോ? ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാവോ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പിൻഡിൽ ഫൈബേഴ്സ്. സോ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇതിൽ നിന്ന് എന്തുണ്ടാവും? സ്പിൻഡിൽ ഫൈബേഴ്സ് ഫോം ചെയ്യും. ഈ സ്പിൻഡിൽ ഫൈബർ ഫോം ചെയ്തതിന് ശേഷം ഒരു സെൻട്രിയോൾ എന്ത് ചെയ്യും? അത് നേരെ ഗോണിയൽ ബ്ലാസ്റ്റ് ആയിട്ട് മാറും. സോ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ദ സ്പിൻഡിൽ ഫൈബർ വൺ ഓഫ് ദ സെൽ റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ട്? ഗോണിയൽ ബ്ലാസ്റ്റ്. കണ്ടോ, ഇവിടെ അത് എഴുതിയിട്ടുണ്ട്. ഞാൻ വളരെ വേഗമായിട്ട് ഇവിടെ എഴുതിയിട്ടുള്ളൂ, അതിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സോ ദിസ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് വാട്ട്? വൺ ഓഫ് ദ സെൻട്രിയോൾസ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത്? ആ സെൽ എന്തായി മാറും? അത് ഗോണിയൽ ബ്ലാസ്റ്റ് ആയിട്ട് മാറും. സോ വൺസ് ഗോണിയൽ ബ്ലാസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുന്ന് ആര് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പെർം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഡിവിഷൻ നടക്കുന്നത്. ഞാനൊന്ന് വൃത്തിക്ക് ഒന്നും കൂടെ എഴുതിക്കാം. ഇതിനകത്ത് സ്ഥലമില്ലല്ലോ, ഒരു സ്ലൈഡ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ എഴുതാം, അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അപ്പൊ ഇതേ നോക്കിക്കേ, എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചത്? സോ ഹബ് സെൽ ഉണ്ട്. സോ ഹബ് സെൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇറ്റ് പ്രൊഡ്യൂസസ് എ പാരക്രൈൻ ഫാക്ടർ കോൾഡ് അൺപെയർഡ്. ഈ അൺപെയർഡ് എന്ത് ചെയ്യും? ദിസ് അൺപെയർഡ് വിൽ ബി ആക്ടിവേറ്റിംഗ് വാട്ട്? ഇറ്റ് ആക്ട്സ് ഓൺ GSC. ഓക്കെ, ആക്ട് ഓൺ GSC. എങ്ങനെ അത് ആക്ട് ചെയ്യുന്നത്? ഇറ്റ് വിൽ ആക്ടിവേറ്റ് വാട്ട്? എ ജാക്സ്റ്റാറ്റ് പാത്വേ കേട്ടോ. അപ്പൊ ഒരു ജാക്സ്റ്റാറ്റ് പാത്വേ ഇവിടെ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഓപ്പറേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് റിസൾട്ട്സ് ഇൻ എസിമെട്രിക് ഡിവിഷൻ ഓഫ് GSC. ഓക്കെ, അവിടെ എസിമെട്രിക് ഡിവിഷൻ ഓഫ് GSC നടക്കും. അങ്ങനെ GSC എസിമെട്രിക്കലി ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്ത് സംഭവിക്കും? ഈ ഡിവിഷന്റെ സമയത്ത് 2 സെൻട്രിയോൾസ് എന്ത് ചെയ്യും? The 2 centrioles will migrate to opposite poles. Appo it will migrate where? It will migrate to opposite poles. എന്നിട്ട് ഇറ്റ് ആക്ടിവേറ്റ് വാട്ട്? ഇറ്റ് ആക്ടിവേറ്റ് സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ. ഓക്കെ, സ്പിൻഡിൽ ഫൈബർ ഫോർമേഷൻ ഉണ്ടാക്കും. അങ്ങനെ എന്ത് സംഭവിക്കും? സ്പിൻഡിൽ ഫൈബർ ഹെൽപ്സ് ഇൻ വാട്ട്? ഇറ്റ് അഗെയിൻ ഹെൽപ്സ് ഇൻ സെൽ ഡിവിഷൻ.
സെൽ ഡിവിഷൻ നടന്നതിന് ശേഷം എന്ത് സംഭവിക്കും? ഒരു സെൻട്രിയോൾ ഉള്ള ഭാഗം എന്തായിട്ട് മാറും? ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഗോണിയൽ ബ്ലാസ്റ്റ്. ഓക്കെ, ഗോണിയൽ ബ്ലാസ്റ്റ്. അപ്പൊ ഈ ഗോണിയൽ ബ്ലാസ്റ്റ് ഫൈനലി എന്തായിട്ട് മാറും? ദിസ് ഗോണിയൽ ബ്ലാസ്റ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പംസ്. അപ്പൊ ഇതാണ് ആക്ച്വലി എന്ത്? ദിസ് ഇസ് കോൾഡ് ആസ് ദ സ്പെർമാറ്റോജെനസിസ്. ഇങ്ങനെയാണ് ഡ്രോസോഫിലയിൽ സ്പെർമാറ്റോജെനസിസ് നടക്കുന്നത്. ക്ലിയർ ആണോ? ആക്ച്വലി ഗോണിയൽ ബ്ലാസ്റ്റ് എന്ത് ചെയ്യുന്നറിയാമോ? ഇത് ആദ്യം മൈറ്റോസിസ് അണ്ടർഗോ ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ? ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റോഗോണിയ. സ്പെർമാറ്റോഗോണിയ ഉണ്ടാവും. എന്നിട്ട് ഈ സ്പെർമാറ്റോഗോണിയ മിയോസിസ് അണ്ടർഗോ ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? സ്പേംസ് ഫോം ചെയ്യുന്നത് കേട്ടോ. ഇതാണ് അതിന്റെ ഒരു ക്ലിയർ കട്ട് ഡിവിഷൻ. ഓക്കെ, ക്ലിയർ ആണോ? സോ കാഡ്ഹെറൻസ് വെച്ചിട്ടാണ് കാഡ്ഹെറൻസിന് നമ്മൾ എവിടെയാ പറഞ്ഞ? ഈ ഹബ് സെല്ലും നമ്മുടെ ഈ ജേം സ്റ്റെം സെല്ലും തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയൻ ആണ് എന്ത്? കാഡ്ഹെറൻസ് എന്ന് പറഞ്ഞ കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഹബ് സെൽസ്. ഈ ഹബ് സെൽസും ഈ GSTയും തമ്മിൽ കണക്ട് ചെയ്യുന്ന റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ച് ആ കാഡ്ഹെറൻസ് വഴിയാണ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ എല്ലാവർക്കും? സോ ദിസ് ഇസ് ദ മെക്കാനിസം. ഇവിടെ ആരാ പുതിയ ആളുണ്ടായിരുന്നു? ഒരു സെമിന മെത്താൽ. അതാരാടാ? സെമിന മെത്താൽ ഉണ്ടോ? പുതിയ ആളെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, സെമിന മെത്താൽ ഒന്നും മിണ്ടുന്നില്ലല്ലോ. ഹലോ, ശരി. മനസ്സിലായോ? എല്ലാവർക്കും മനസ്സിലായത്? സോ ദിസ് ഇസ് വാട്ട് ഇസ് കോൾഡ് ആസ് സ്പെർമാറ്റോജെനസിസ്. അടുത്തതിലേക്ക് പോയാം. ഊജെനസിസ് പഠിക്കാൻ. ഓക്കെ, അപ്പൊ ഇതാ ഊജെനസിന്റെ ഇതെന്താ സ്ലൈഡ്? പോട്ടെ. സോ ഊജെനസിന്റെ കേസിൽ എങ്ങനെയാ നമുക്ക് നോക്കാം. ഊജെനസിസ് നടക്കുന്നത് എഗ് ട്യൂബ്സ് അല്ലെങ്കിൽ ഓവറിയോൾസിന്റെ അകത്തായിരിക്കും കേട്ടോ. സോ ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ ഓവറി ഇൻ ജനറൽ. ഓവറിക്കകത്താണ് നടക്കുന്നത്. അപ്പൊ ഓവറിയിൽ എന്താ ഉള്ള? കുറെ ഓവറിയോൾസ് അല്ലെങ്കിൽ എഗ് ട്യൂബ്സ് ഉണ്ട്. ഓക്കെ, സോ ഇത് ഈ എഗ് ട്യൂബ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇറ്റ്സ് ലൈക്ക് എ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ് കേട്ടോ. സോ ഇറ്റ് ഇസ് ആക്ച്വലി കോൾഡ് ആസ് എന്താ? ട്യൂബ് ലൈക്ക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ഈ പറയുന്ന എഗ് ട്യൂബ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ എഗ് ട്യൂബ്സിന്റെ അകത്ത് ഒരു നിഷ് ഉണ്ട്. നിഷ് എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഏരിയ ഫോർ ദി ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഈ ഊജെനസിസ് നടക്കാൻ ഒരു പ്രത്യേക സ്ഥലം വേണമല്ലോ. അപ്പൊ അങ്ങനെ ഒരു നിഷ്, അങ്ങനെ ഒരു ഏരിയ ഉണ്ട്. അതിന്റെ അകത്ത് മെയിൻലി 2 ടൈപ്സ് ഓഫ് നിഷാണ് ഈ ഊസൈറ്റ് ഡെവലപ്മെന്റ്. നിച്ച് എന്നൊക്കെ പറയും കേട്ടോ ചിലര്. അപ്പൊ 2 ടൈപ്സ് ഓഫ് നിച്ചസ് ആണ് ഉള്ളത്. ഒന്നാമത്തേതാണ് ഊസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇസ് ഫോർ വാട്ട്? ഫസ്റ്റ് ഇസ് ഫോർ ഊസൈറ്റ് ഡെവലപ്മെന്റ് ആൻഡ് സെക്കൻഡ് ഇസ് ഫോർ വാട്ട്? സെക്കൻഡ് ഇസ് ഫോർ ഫോളിക്കൽ സെൽ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്കറിയാലോ ഫോളിക്കൽ സെൽസിനെ, ഞാൻ ഇപ്പുറത്തോട്ട് വരയ്ക്കാവേ. നമുക്കറിയാലോ ഫോളിക്കൽ സെൽസ് എങ്ങനെയായിരിക്കുന്നത്? നമ്മൾ മറ്റേ ഹ്യൂമൻസിന്റെ കേസ് പഠിച്ചപ്പോൾ കണ്ടില്ലായിരുന്നോ? സോ ദിസ് ഇസ് ഞാനൊരു എഗ് വരയ്ക്കുക കേട്ടോ. സോ ദിസ് ഇസ് ലൈക്ക് ഇതിന്റെ അകത്താണ് എന്തിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഊസൈറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ഊസൈറ്റ് ആണ്. ആൻഡ് ഇതിന് ചുറ്റും എന്താ? ഇതിന് ചുറ്റും കുറച്ച് സെൽസ് ഉണ്ട്. ഓക്കെ, സോ ഇതിന് ചുറ്റും കുറച്ച് സെൽസ് ഉണ്ട്. ഈ സെൽസിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന സെൽസ് ആണ് എന്ത്? നേഴ്സ് സെൽസ് എന്ന് വിളിക്കും. ഓക്കെ, ആൻഡ് ഇതിന് സറൗണ്ടിങ് ആയിട്ട് ഇനിയും കുറച്ച് സെൽസ് ഉണ്ട്. ഓക്കെ, ഇനിയും സറൗണ്ട് ചെയ്ത് ഇങ്ങനെ കുറച്ച് സെൽസ് ഉണ്ട്. ആ സെൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോ ദോസ് സെൽസ് ആർ ബേസിക്കലി കോൾഡ് ആസ് നമ്മുടെ ഫോളിക്കൽ സെൽസ്. അപ്പൊ ഫോളിക്കൽ സെൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീജിയൻ ഉണ്ട്. അലോങ് വിത്ത് ദാറ്റ് ഈ പറഞ്ഞ ഊസൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീജിയനും നമുക്ക് ഇതിൻ്റെ അകത്ത് ഊജെനസിസിൽ കാണാൻ പറ്റും. അപ്പം ഊജെനസിന്റെ ടൈമിൽ ഊസൈറ്റിന് ചുറ്റും ഫോളിക്കൽ സെൽസ് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഈ ഫോളിക്കൽ സെൽസിന്റെ അകത്ത് നമ്മൾ നേരത്തെ ഹബ് സെല്ല് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ അകത്ത് കുറച്ച് റെഗുലേറ്ററി ആയിട്ടുള്ള സൈറ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ നേരത്തെ ഹബ് സെല്ല് പറഞ്ഞായിരുന്നല്ലോ, അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരാണ് ക്യാപ് സെൽസ്. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ട് പറഞ്ഞാല് ക്യാപ് സെൽസിലായിരിക്കും ഫങ്ഷനിങ് നടക്കുന്നത്, അതായത് ഈ പറഞ്ഞ പ്രോസസ് നടക്കുന്നത് കേട്ടോ. സോ ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ദി ഊസൈറ്റ് ദ ഫോളിക്കൽ സെല്ല്, സോ ഫോളിക്കൽ സെൽ എഴുതിക്കോട്ടോ. ഫോളിക്കൽ സെൽ is surrounded by what? Follicle cell has regulatory cells called cap cells. ഫോളിക്കൽ സെൽസിന് ചുറ്റും ഇത് റെഗുലേറ്ററി സെൽസ് ആട്ടോ. ഫോളിക്കൽ സെൽസിന് ചുറ്റും എന്താ ഉള്ള? റെഗുലേറ്ററി സെൽസ് ഉണ്ട്. അവരെ നമ്മൾ ക്യാപ് സെൽസ് എന്ന് വിളിച്ചു. അപ്പൊ ഇവർക്കും എന്താ ഉള്ളത്? നമ്മുടെ GSC ഉണ്ട്, അതായത്
ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസ് ഉണ്ട് കേട്ടോ, ഇവർക്കും GSC ഉണ്ട്. അപ്പൊ ഈ ക്യാപ്സൽസ് എങ്ങനെ ഇരിക്കുന്നത്? ക്യാപ്സൽസ് ഞാൻ ചുമ്മാ റഫായിട്ട് വരയ്ക്കാം കേട്ടോ, മറ്റേത് ഇതിനെ കറസ്പോണ്ട് ചെയ്ത്. അപ്പൊ ഇവിടെ എന്താ ഉള്ള? ഇവിടെ ചില കണക്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ കണക്ഷൻസിന്റെ പേരാണ്, മറ്റടുത്ത് കാറ്റഹറൻസ് ആയിരുന്നെങ്കിൽ ദിസ് ഇസ് കോൾഡ് എസ് ഈ കാറ്റഹറൻസ്. കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി, അപ്പൊ മറക്കുകയല്ല. അപ്പൊ ഇതാണ് അതിന്റെ ഒരു കണക്ഷൻ സൈറ്റ് കേട്ടോ. ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? സോ ഇവിടെ എന്താ ഉള്ള? ക്യാപ്സൽസ് ഉണ്ട്. അപ്പൊ മറ്റടുത്ത് ജാക്സ്റ്റാറ്റ് സിഗ്നലിംഗ് പാത്വേ ഓപ്പറേറ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ? ഇവിടെ ആകുമ്പോഴത്തേക്കും എന്താ, ഈ ക്യാപ്സൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ എ TGF ബീറ്റ ലൈഗൻഡ് ആണ് കേട്ടോ. സോ ദിസ് ഇസ് ലൈക്ക് വാട്ട്? ദിസ് ഇസ് ആക്ടിങ് ലൈക്ക് എ TGF ബീറ്റ ലൈഗൻഡ് ആയിട്ട് ആക്ട് ചെയ്തു. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ, ഈ ക്യാപ്സെല്ലും അതുപോലെ GSCയും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കുന്നത്. ഓക്കെ, സോ ക്യാപ്സൽ ഇസ് പ്ലേസ്ഡ് വാട്ട്? ക്യാപ്സൽ ഇസ് പ്ലേസ്ഡ് പെർപെൻഡിക്കുലർ ടു വാട്ട്? പെർപെൻഡിക്കുലർ ടു GSC. GSC ആയിട്ട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ആരിയ്ക്കുന്നത്? ക്യാപ്സൽസ് ഇരിക്കുന്നത്. അപ്പം GSCയോട് ക്ലോസ് ആയിട്ടുള്ള സെൽസ്, സോ സെൽസ് ക്ലോസർ ടു GSC എന്തായിട്ട് മാറും? ദിസ് നോർമലി ഫോംസ് ക്യാപ്സൽസ്. ഓക്കെ, അപ്പം GSCയോട് ക്ലോസ് ആയിട്ടുള്ള സെൽസ് എല്ലാം ക്യാപ്സൽസ് ആയി മാറുകയും ചെയ്യും. ആൻഡ് സെൽസ് അവേ ഫ്രം GSC ആക്ട് as what? This basically act as oocyte. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു. GSCയോട് അടുത്തുള്ള സെൽസ് ക്യാപ്സൽസ് ആയിട്ടും എവേ ഉള്ള സെൽസ് oocyte ആയിട്ട് മാറും. ഓക്കെ ആണോ? എഴുതിയ എല്ലാരും? മിണ്ടുന്നില്ലല്ലോ. ഓക്കെ, അപ്പൊ നോക്കിക്കോണേ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാൻ പോകേണ്ടത് ഇതെങ്ങനെയാണ് സിഗ്നലിംഗ് മെക്കാനിസം, oocyte എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കണ്ടേ കേട്ടോ. അതായത് ഇപ്പം ഒരു ബൈൻഡിങ് നടക്കുമ്പം ആര് തമ്മിലുള്ള ബൈൻഡിങ്ങാ? ഈ ക്യാപ്സൽസും അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ പറഞ്ഞ GSC ആയിട്ട് ബൈൻഡിങ് നടക്കുമ്പോഴത്തേക്കും ഇറ്റ് ആക്ടിവേറ്റ് എ കോംപ്ലെക്സ് കോൾഡ് എസ് MAD-MED കോംപ്ലെക്സ്. ഓക്കെ, MAD-MED കോംപ്ലെക്സ് എന്നൊരു കോംപ്ലെക്സ് എന്താ, ദി വിൽ ബി ആക്റ്റീവ്, ഐ മീൻ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും. അതായത് ഒരു മിനിറ്റ് ഇടാം, ഇവിടെ ഒന്ന് വായിക്കുവാണേ, എഴുതണ്ട കേട്ടോ. അതായത് ബൈൻഡിങ് ബിറ്റ്വീൻ ക്യാപ്സൽ ആൻഡ് GSC, ഇവർ തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദിസ് വിൽ ഗോ ആൻഡ് ഫോസ്ഫോറൈലേറ്റ് MAD-MED കോംപ്ലെക്സ്. അപ്പൊ ഒരു MAD-MED എന്ന് പറയുന്ന കോംപ്ലെക്സ് ഉണ്ട്. ഈ കോംപ്ലെക്സ് എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് ഫോസ്ഫോറൈലേറ്റഡ്. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അപ്പൊ എന്ത് സംഭവിക്കും? ദിസ് ഫോസ്ഫോറൈലേഷൻ മേക്സ് വാട്ട്? ദിസ് ഫോസ്ഫോറൈലേഷൻ ഇൻഹിബിറ്റ്സ് another transcription factor called BAM. BAM എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്, അതിനെ ഇൻഹിബിറ്റ് ചെയ്യും. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ, ഇത് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് മനസ്സിലാവുമേ. ഓക്കെ, സോ MAD-MED കോംപ്ലെക്സ് ഇത് നടക്കുന്ന എവിടെയാണെന്നറിയാമോ? ഈ പ്രോസസ്സ് നടക്കുന്നത് ആക്ച്വലി നമ്മുടെ GSCയിലാണ്. അതായത് ക്യാപ്സലും GSCയും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ ഞാൻ നേരത്തെ നമ്മൾ മറ്റേത് വെച്ച് തന്നെ വരയ്ക്കാം കേട്ടോ. ഇതിപ്പോ ഇങ്ങനെ ഇരിക്കുവല്ലേ, അപ്പൊ ഈ ക്യാപ്സലും ഇത് GSC ആട്ടോ. സോ ഇത് ക്യാപ്സലും ഇത് GSC. സോ ഇവര് തമ്മിൽ ഇങ്ങനെ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് MAD-MED കോംപ്ലെക്സ് ഒരു കോംപ്ലെക്സ് ഉണ്ട്. ഈ കോംപ്ലെക്സ് എന്ത് ചെയ്യും? ഈ കോംപ്ലെക്സ് ഫോസ്ഫോറൈലേറ്റഡ് ആവും. ഓക്കെ, അപ്പം ഫോസ്ഫോറൈലേഷൻ നടന്നു കഴിഞ്ഞാൽ BAM എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഉണ്ട്. ഈ BAM എന്ത് ചെയ്യും? ഇറ്റ് ബിക്കംസ് ഇനാക്റ്റീവ്. ഓക്കെ, ഇവർ ഇനാക്റ്റീവ് ആവും. ഇവർ ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദിസ് ബിക്കംസ് ആ ഒരു പെർട്ടിക്കുലർ സെൽ എന്തായി മാറും? അത് GSC, ജാം സ്റ്റെം സെൽസ് ആയിട്ട് മാറും. അപ്പൊ GSCയിൽ നടക്കേണ്ട പ്രോസസ് ഇങ്ങനെയാണ് കേട്ടോ. സോ MAD-MED കോംപ്ലെക്സ് ആക്ടിവേറ്റ് ആവും. സോ വെൻ ബൈൻഡിങ് ടേക്ക് പ്ലേസ്, ദിസ് ആക്ടിവേറ്റ് MAD-MED കോംപ്ലെക്സ് അല്ലെ ഫോസ്ഫോറൈലേറ്റ്സ് MAD-MED കോംപ്ലെക്സ്. ഇപ്പൊ ഫോസ്ഫോറൈലേഷൻ നടന്ന അത് BAM എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ ഇൻഹിബിറ്റ് ചെയ്യും. അപ്പൊ BAM ഇൻഹിബിറ്റ് അല്ലെങ്കിൽ BAM ഇനാക്റ്റീവ് ആകും. അത് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആ സെൽ, ആ ഗ്രൂപ്പ് ഓഫ് സെൽസ്, ഏത് സെല്ലിലാണോ ഈ പ്രോസസ് നടന്നത് അതെന്തായി മാറും? അത് ജാം സ്റ്റെം സെൽസ് ആയിട്ട് ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇത് oocyte ആവണം എന്ന് വെച്ചോ. For oocyte, in order to become oocyte, എന്ത് പറ്റണം? There should be no phosphorylation. So phosphorylation നടക്കില്ല.
നോ ഫോസ്ഫോറൈലേഷൻ വേർ ഇൻ MAD-MED കോംപ്ലക്സ്. സോ MAD-MED കോംപ്ലക്സിൽ ഫോസ്ഫോറൈലേഷൻ നടക്കില്ല. അങ്ങനെ ഫോസ്ഫോറൈലേഷൻ നടന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? BAM is on. ഓക്കെ, BAM എന്താണ്? BAM will be on and that group of cells becomes what? It becomes oocyte. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആരാണ് ഗോണിയൽ ബ്ലാസ്റ്റ് സ്റ്റെം സെൽസ് ആവേണ്ടത്, ആരാണ് ഊസൈറ്റ് ആവേണ്ടത്? അപ്പൊ ഇത് ഫൈനലി എന്തായി മാറും? അത് ഫോളിക്കൽ സെൽസ് ആയിട്ട് മാറും അല്ലെ, ബേസിക്കലി അല്ലെ, ഫോളിക്കൽ സെൽസ് ആയിട്ട് മാറും. അപ്പം ഊസൈറ്റ് ഉണ്ടാവേണ്ട സെല്ലിൽ എന്താണ്? ഈ ഫോസ്ഫോറൈലേഷൻ നടക്കില്ല. എവിടെ? ആർക്ക്? MAD-MED കോംപ്ലക്സിൽ ഫോസ്ഫോറൈലേഷൻ നടക്കില്ല. അപ്പൊ BAM എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഓൺ ആവും. അപ്പൊ BAM ഓൺ ആണെങ്കിൽ അത് ഊസൈറ്റ് ആയിട്ട് മാറും. മനസ്സിലായോ? ഓക്കെ, ഇനി ഊസൈറ്റിന്റെ പ്രിക്കർസർ സെൽസ് ഉണ്ട് കേട്ടോ. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സ്പേമിന്റെ പ്രിക്കർസർ സെൽസ് ആയിരുന്നു ഗോണിയൽ ബ്ലാസ്റ്റ്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഊസൈറ്റ് പ്രിക്കർസർ സെൽസിനെ വിളിക്കുന്ന പേരാണ് സിസ്റ്റോബ്ലാസ്റ്റ്. ഓക്കെ, സോ പ്രിക്കർസർ ഓഫ് ഊസൈറ്റ്, ഊസൈറ്റിന്റെ പ്രിക്കർസറിന്റെ പേരെന്താ? സിസ്റ്റോബ്ലാസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? എല്ലാവരും ഉറങ്ങുവന്നോ? മനസ്സിലാവുന്നുണ്ടോ? സിസ്റ്റോബ്ലാസ്റ്റ് എന്ന് വിളിക്കും കേട്ടോ. പ്രീകർസർ ഓഫ് oocyte is called as സിസ്റ്റോബ്ലാസ്റ്റ്. മിണ്ടുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ ഓക്കെ, ഇനി നോക്കിക്കേ, ക്യാപ്സെല്ല് പ്ലസ് സിസ്റ്റോബ്ലാസ്റ്റ്. ഓക്കെ, സിസ്റ്റോബ്ലാസ്റ്റ് പ്ലസ് ജാം സ്റ്റെം സെൽസ്, GSC ജാം സ്റ്റെം സെൽസ്, ഇത്ര എല്ലാം കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ജെർമേറിയം. ഓക്കെ, ജെർമേറിയം. ഈ ജെർമേറിയത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ഇവിടെയാണ് എന്ത് നടക്കുന്നത്? oogenesis നടക്കുന്നത്. സോ oogenesis occurs where? Occurs in germarium. ഓക്കെ, ഇനി ഞാൻ നേരത്തെ കാണിച്ചായിരുന്നു ഈ ഡ്രോസോഫിലയുടെ oogenesisനെ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞ എന്താണെന്നറിയാമോ? ഇറ്റ് ഇസ് കോൾഡ് എസ് മെറോയിസ്റ്റിക് oogenesis എന്നാണ്. ഇതിനെ എവിടെ എഴുതും? അടുത്ത പേജിലോട്ട് എഴുതാം. സോ ഈ ഇവരുടെ oogenesisനെ വിളിക്കുന്ന പേരാണ് എന്ത്? മെറോയിസ്റ്റിക്. ഓക്കെ, സോ ഡ്രോസോഫിലയുടെ oogenesisന്റെ പേരാണ് MEROISTIC, മെറോയിസ്റ്റിക് oogenesis. അതെന്തുകൊണ്ടാണെന്നറിയാമോ ഇതിനെ അങ്ങനെ വിളിക്കുന്നത്? അതായത് oogenesis നടന്നു കഴിയുമ്പോഴും ഡെവലപ്പിംഗ് ആയിട്ടുള്ള oocyteൽ ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതുപോലെ ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, ഇതിനെയാണ് നമ്മൾ റിംഗ് കനാൽ എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് കോൾഡ് as റിംഗ് കനാൽ. സോ ഇതാണ് നമ്മുടെ ഡെവലപ്പിംഗ് oocyte. ഈ ഡെവലപ്പിംഗ് oocyteന് ഇടയിൽ എന്തുണ്ട്? ഒരു സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഇസ് കോൾഡ് as റിംഗ് കനാൽ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റോബ്ലാസ്റ്റ് ഉണ്ടല്ലോ, ആ അതായത് പ്രിക്കർസർ ടു oocyte ആണ്. ഈ സിസ്റ്റോബ്ലാസ്റ്റ് എന്ത് ചെയ്യാന്നറിയാവോ? ഇത് ഡിവൈഡ് ചെയ്യും. ഇവര് 4 times ഡിവിഷൻ അണ്ടർഗോ ചെയ്യും. അപ്പൊ ഒരു ഡിവിഷനിൽ 2 എണ്ണം, 2 ഡിവിഷനിൽ 4 എണ്ണം, 3 ഡിവിഷനിൽ 6 എണ്ണം, ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇത് ഫൈനലി എന്ത് ചെയ്യും? 16 സെൽസിനെ ഫോം ചെയ്യും കേട്ടോ. 16 സെൽസ് ഫോം ചെയ്യും. ഈ സെൽസ് ഓൾ ആർ കണക്റ്റഡ്. ഓക്കെ, ഈ സെൽസ് എല്ലാം എന്താണ്? കണക്റ്റഡ് ആണ്. അപ്പൊ നമുക്ക് 2 സെൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഹാവിങ് 16 സെൽ ഡിവിഷൻ കഴിയുമ്പോൾ ഇത്രയും കണക്ഷൻസ് നമുക്ക് കാണാം. 2 സെൽസ് തമ്മിൽ ഇത്രയും കണക്ഷൻസ് കാണാൻ പറ്റും. ഓക്കെ, സോ ദിസ് ഇസ് എ പെക്യുലാരിറ്റി. അപ്പൊ ഇങ്ങനെ എവിടെയെങ്കിലും ഈ ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കണ്ട മെറോയിസ്റ്റിക് oogenesis എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ അറിയണമല്ലോ ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ ഈ സാധനമാണ്, ഡ്രോസോഫിലിക്കകത്താണ്. അപ്പം ഏറ്റവും കൂടുതൽ കണക്ഷൻസ് ഉള്ള സെല്ല് ഏതാണോ ആ സെല്ലാണ് oocyte ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ സെൽ വിത്ത് മാക്സിമം കണക്ഷൻസ് എന്തായി മാറും? ഇറ്റ് ബിക്കംസ് വാട്ട്? ഇറ്റ് ബിക്കംസ് oocyte. അപ്പൊ ഇങ്ങനെ മാക്സിമം കണക്ഷൻസ് ഉള്ള നമുക്ക് ഈ 16 എണ്ണം എടുത്ത അതിൻ്റെ അകത്ത് 2 സെൽസിനായിരിക്കും ഈ മാക്സിമം കണക്ഷൻസ് ഉള്ളത്. അതില് ഒരെണ്ണം എന്തായിട്ട് മാറും? അതിൽ 1 ഡെവലപ്സ് ഇൻറ്റു oocyte. ഓക്കെ,
സോ മാക്സിമം കണക്ഷൻസ് ഉള്ളത് നമുക്ക് 2 സെൽസിന് മാക്സിമം കണക്ഷൻസ് കാണും. അപ്പൊ അതിൽ ഒരെണ്ണം എന്തായിട്ട് മാറും? ഊസൈറ്റ് ആയിട്ട് മാറും. അപ്പൊ അതിൽ ഏതാണ് ഊസൈറ്റ് ആയിട്ട് മാറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ആദ്യത്തെ ക്ലീവേജ് നടക്കുമ്പോഴത്തേക്കും ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ ഉണ്ട്, ഫ്യൂസോം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്. ഫ്യൂസോം ഇതൊരു സ്ട്രക്ചർ ആണ്. ഈ ഫ്യൂസോം എന്ന് വെച്ചാൽ ആക്ച്വലി എന്താണെന്നറിയാമോ? ഇപ്പൊ 2 സെല്ലിന് ഇടയ്ക്കായിട്ട് ഇതാ ഇവിടെ ഒരു സ്ട്രക്ചർ കാണും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇതിനാണ് നമ്മൾ ഫ്യൂസോം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഏത് സെല്ലിലാണോ ഈ ഫ്യൂസോം നോർമലി കാണുന്നത് സ്പിൻഡിൽ പോളിന്റെ അടുത്തായിട്ടായിരിക്കും. അപ്പൊ ഏത് സെല്ലിനാണോ കൂടുതൽ ഫ്യൂസോം ഉള്ളത് ആ സെൽ എന്തായി മാറും? ഊസൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ ദ സെൽ വിത്ത് മാക്സിമം ഫ്യൂസോം will become what? It will become oocyte. ക്ലിയർ ആണോ? സോ എന്താ പറഞ്ഞേ? സെല്ലിൽ ഏറ്റവും കൂടുതൽ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ ഉള്ള സെൽ ഏതാണോ ആ സെല്ല് ഊസൈറ്റ് ആയിട്ട് മാറും. അങ്ങനെ നമുക്ക് 2 സെൽസിനെ കാണാൻ പറ്റും. അതിൽ ഒരെണ്ണാണ് ഊസൈറ്റ് ആയിട്ട് മാറുന്നത്. അതെങ്ങനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്? ബേസ്ഡ് ആണ് പ്രോട്ടീൻ കോൾഡ് ഫ്യൂസോം. ഈ ഫ്യൂസോം എന്ന് പറഞ്ഞാൽ സ്പെക്ട്രിൻ റിച്ച് ആണ്. സ്പെക്ട്രിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ആൻകൈറിൻ സ്പെക്ട്രിൻ, നമ്മുടെ RBCയിലൊക്കെ കാണുന്ന പ്രോട്ടീൻ ആട്ടോ, ആൻകൈറിൻ സ്പെക്ട്രിൻ. അപ്പൊ ഇത് സ്പെക്ട്രിൻ റിച്ച് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ആര്? ഈ ഫ്യൂസോം. അപ്പൊ ഏത് സെല്ലിലാണോ, ഇത് 2 സെൽസ് പറയുവാണെങ്കിൽ ഏത് സെല്ലിലാണോ കൂടുതൽ ഫ്യൂസോം ഉള്ളത് അതെന്തായി മാറും? അത് ഊസൈറ്റ് ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ഈ ഫൈനലി നമുക്ക് ഈ ഒരു ഡെവലപ്മെന്റ് ഒക്കെ കഴിയുമ്പം നമ്മുടെ ഡ്രോസോഫിലയുടെ എഗ് ഇരിക്കുന്നത് എങ്ങനെയാന്ന് ജസ്റ്റ് നോക്കാട്ടോ. സോ ഇതുപോലെ ഒരു സ്ട്രക്ചർ ആണ്. സോ ഇറ്റ് വിൽ ബി ഹാവിംഗ് ഇതൊരു oocyte ഉണ്ട്. ഓക്കെ, ഇതിന് ചുറ്റും എന്തുണ്ട്? ഇതിന് ചുറ്റും നഴ്സ് സെൽസ് ഉണ്ട്. ഓക്കെ, ഇത് നഴ്സ് സെൽസ് ആണ്. പിന്നെ ഇതിന് ചുറ്റും എന്താ ഉള്ളത്? ഫോളിക്കൽ സെൽസ് നമുക്ക് കാണാം. ഈ പടം നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ, കാരണം ഇനി നമുക്ക് ഈ പടത്തിന്റെ ആവശ്യമുണ്ട്. ഇതിന് ചുറ്റും എന്താ ഉള്ളത്? ഇതാണ് എന്ത്? നമ്മുടെ ഫോളിക്കൽ സെൽസ്. സോ ദിസ് ഇസ് കോൾഡ് ആസ്, ദീസ് ആർ ദ നഴ്സ് സെൽസ്. ഇത് നമ്മുടെ ഫോളിക്കൽ സെല്ല് ആൻഡ് ഇതാണ് നമ്മുടെ oocyte. ഇപ്പൊ നഴ്സ് സെല്ലിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ നറിഷ്മെന്റ് ആണ്. നറിഷസ് ദ oocyte. കേട്ടോ, അത് നറിഷ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത്രയും മനസ്സിലായോ? സോ ദിസ് ഇസ് സംതിങ് റിലേറ്റഡ് ടു spermatogenesis and oogenesis. oogenesis is മെറോസ്റ്റിക് oogenesis ആണ്, അത് നോട്ട് ചെയ്യുക. ക്യാപ്സൽ ഉണ്ട്. അപ്പൊ ക്യാപ്സലിന് അടുത്തുള്ളത് ആരാണ്? അങ്ങനെ അല്ല. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് പഠിക്കാം. പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമ്മൾ എഗ് ഒക്കെ ഉണ്ടാക്കി, സ്പെർം ഉണ്ടാക്കി. ഇനി നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് അബൌട്ട് ആക്സസ് സ്പെസിഫിക്കേഷൻ ആണ് കേട്ടോ. സോ ആക്സസ് സ്പെസിഫിക്കേഷൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. സോ ആക്സസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് ആന്റീരിയർ പോസ്റ്റീരിയർ, ഇപ്പൊ ഒരു ഓർഗാനിസം ഉണ്ടെങ്കിൽ അതിന്റെ തല, അതിന്റെ വാല്, അതിന്റെ ഡോർസൽ, അപ്പർ പുറം, അകം. ഓക്കെ, ഈ 2 കാര്യങ്ങൾ എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യണമെന്ന്. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്. സോ ആക്സസ് സ്പെസിഫിക്കേഷൻ ഡ്രോസോഫിലയുടെ കേസ് പറയുമ്പം ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സസ് ഉണ്ടല്ലോ, ഇറ്റ് ഇസ് സ്പെസിഫൈഡ് ബിഫോർ ഫെർട്ടിലൈസേഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഇസ് സ്പെസിഫൈഡ്, ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സസ് ഫെർട്ടിലൈസേഷന് മുന്നേ തന്നെ സ്പെസിഫൈ ചെയ്തിരിക്കും. പക്ഷേ ഡോർസൽ വെൻട്രൽ ആക്സസ് സ്പെസിഫൈ ചെയ്യുന്നത് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ആയിരിക്കും. സലീഹ ഉണ്ടോ? സലീഹ മനസ്സിലാവുന്നുണ്ടോ? സലീഹ പോയി, ഇല്ല. ഓക്കെ, ശരി. കൃഷ്ണപ്രിയ മനസ്സിലാവുന്നുണ്ടോ? എന്നാരും മിണ്ടുന്നില്ലല്ലോ. ശരി, okay. So anterior posterior axis specification take place before fertilization and dorsal ventral axis specification take place after fertilization ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് about anterior posterior axis specification. അപ്പൊ എങ്ങനെയാണ് ഡ്രോസോഫില്ലയുടെ, നല്ല ഇൻട്രസ്റ്റിംഗ് ആട്ടോ, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ശ്രദ്ധിച്ചിരുന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആണ്.
അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് അബൌട്ട് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡിറ്റർമിനേഷൻ ആണ്. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം നേഴ്സ് സെൽസിൽ നിറയെ നറിഷ് ചെയ്യുന്ന പ്രോട്ടീൻസ് ഉണ്ട് അല്ലെ. സോ നേഴ്സ് സെൽസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, നേഴ്സ് സെൽസിൽ ഇഷ്ടംപോലെ പ്രോട്ടീൻസ് ഉണ്ട്. അപ്പൊ ആദ്യത്തെ സിഗ്നൽ എന്ന് പറയുന്നത് നേഴ്സ് സെൽസ് ഒരു സാധനം ഒരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. പ്രീവിയസ് സ്ലൈഡ് എഴുതിയോ? ഓക്കെ, സോ നോക്കിക്കോ, എഴുതി പൊക്കോട്ടോ. നിങ്ങൾ ഇങ്ങനെ നോട്ടായിട്ട് എഴുതിയാൽ മതിയേ. അതായത് സോ ആന്റീരിയർ, നിങ്ങൾ ആദ്യം ഹെഡിങ് ഇതാ ഇതുപോലെ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് ഡിറ്റർമിനേഷൻ എഴുതുക. എന്നിട്ട് എന്താ എഴുതണ്ടേ? നേഴ്സ് സെൽസ് ഉണ്ട്. ഈ നേഴ്സ് സെൽസ് എന്ത് സെക്രീറ്റ് ചെയ്യും? ഇതൊരു mRNA പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഇസ് കോൾഡ് എസ് ഗുർക്കൻ mRNA. ഓക്കെ, അതിന്റെ പേരാണ് ഗുർക്കൻ mRNA. അപ്പൊ എന്താണ് ഈ ഗുർക്കൻ എന്ന് പറയുന്നത് ഒരു ലൈഗൻഡ് ആണ് അല്ലെ. സോ ഡെഫിനറ്റ്ലി ഗുർക്കനായിട്ട് ബൈൻഡ് ചെയ്യാൻ എന്ത് വേണം? ഒരു റിസെപ്റ്റർ വേണം. അപ്പൊ ഈ ഫോളിക്കിൾ സെൽസ് ഉണ്ട്. ഫോളിക്കിൾ സെൽസ് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഇത് നമ്മുടെ ഫോളിക്കിൾ സെൽസ് നേരത്തെ കണ്ടായിരുന്നല്ലോ. ഈ ഫോളിക്കിൾ സെൽസിൽ എന്തുണ്ട്? അതിനൊരു റിസെപ്റ്റർ ഉണ്ട്. ആ റിസെപ്റ്ററിന്റെ പേരാണ് എന്ത്? ടോർപിഡോ. ഓക്കെ, സോ ടോർപിഡോ എന്ന് വിളിക്കും. അപ്പൊ ഗുർക്കൻ നേരെ പോയിട്ട് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? സോ ഗുർക്കൻ mRNA ബൈൻഡ്സ് വിത്ത് ടോർപിഡോ റിസെപ്റ്റർ. അപ്പൊ എവിടെയാണോ ഈ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് നടക്കുന്നത്, ഇറ്റ് ബിക്കംസ് വാട്ട്? ഇറ്റ് ബിക്കംസ് പോസ്റ്റീരിയർ സെൽസ്. പോസ്റ്റീരിയർ സൈഡായി മാറും. എളുപ്പല്ലേ? ഇങ്ങനെയാണ് ഡ്രോസോഫിലയ്ക്കകത്ത് പോസ്റ്റീരിയർ സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സിഗ്നൽ ഫ്രം ദ nerve cells to oocyte cytoplasm is Gurkhan mRNA. അപ്പൊ ഗുർക്കൻ has got its receptor called a torpedo in follicular epithelial or follicle cells. So ഇത് തമ്മിൽ ബൈൻഡ് ചെയ്യുമ്പോഴത്തേക്കും it activates a cascade and forms what? Posterior follicle cells, or literally posteriorization of follicle cells. Follicle cells പതിയെ പതിയെ ഈ സൈഡ് എന്തായി മാറും? ഈ സൈഡ് പോസ്റ്റീരിയർ സൈഡ് ആയിട്ട് മാറാൻ തുടങ്ങും. ക്ലിയർ ആണോ? അപ്പൊ നമുക്കിപ്പോ എന്തുണ്ടായി? പോസ്റ്റീരിയർ ഫോളിക്കിൾസ്. അപ്പൊ ഇപ്പൊ നമുക്ക് എന്തുണ്ടായി? പോസ്റ്റീരിയർ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്തു അല്ലെ. അപ്പൊ ഇങ്ങനെ ഇതാട്ടോ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ. സോ ഇത് നമ്മുടെ ആന്റീരിയർ സൈഡ്, ഇത് അൺകമ്മിറ്റഡ്, എന്തായി മാറണമെന്ന് അറിയാത്തതായിരുന്നു. ഇപ്പൊ നേഴ്സ് സെൽസ് ഇതാ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ടോർപിഡോ റിസെപ്റ്റർ ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഗുർക്കന്, പച്ചയിൽ കാണിച്ചേക്കുന്നതാണ് ഗുർക്കൻ പ്രോട്ടീൻസ്. അപ്പൊ ഈ സൈഡ് എന്തായി? ടെർമിനൽ ഫോളിക്കിൾ സെൽസ് ആയിട്ട് മാറി. ഇനി ഈ പോസ്റ്റീരിയർ ഫോളിക്കിൾസ് പ്രൊഡ്യൂസ്, നിങ്ങൾ നേരത്തെ പോസ്റ്റീരിയർ ഫോളിക്കിൾസ് വരെ എഴുതിയല്ലോ. സോ ഇറ്റ് സെൻഡ് സം സിഗ്നൽ ടു oocyte ആൻഡ് റിക്രൂട്ട്സ് PAR1 പ്രോട്ടീൻസ്. അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് കഴിഞ്ഞ് പോസ്റ്റീരിയർ ഫോളിക്കിൾസ് ഉണ്ടായി. ഓക്കെ, സോ ഈ പോസ്റ്റീരിയർ ഫോളിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു? ഇറ്റ് പ്രൊഡ്യൂസസ് എ പ്രോട്ടീൻ കോൾഡ് എസ് PAR1. ഓക്കെ, ഈ PAR1ന്റെ ഫംഗ്ഷൻ എന്താ? ഇറ്റ് ഹെൽപ്സ് ഇൻ പോളിമറൈസേഷൻ ഓഫ് മൈക്രോട്യൂബ്യൂൾ. ഓക്കെ, പോളിമറൈസേഷന് ഹെൽപ്പ് ഇൻ മൈക്രോട്യൂബ്യൂൾ പോളിമറൈസ് ചെയ്ത് വലിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് എന്താവത്തുള്ളൂ? ആ സൈഡ് പോസ്റ്റീരിയർ ആവുള്ളൂ. അപ്പൊ ഈ PAR1 എന്ത് ചെയ്യും? നമുക്കറിയാം, സോ ഇറ്റ് ഹെൽപ്സ് ഇൻ വാട്ട്? ഇറ്റ് ഹെൽപ്സ് ഇൻ പോളിമറൈസേഷൻ. അപ്പൊ പ്ലസ് എൻഡ് കൈനസിൻ എൻഡ് ഇസ് ദ പോസ്റ്റീരിയർ സൈഡ്. അത് നിങ്ങൾ എപ്പോഴും നോട്ട് ചെയ്യുക കേട്ടോ. പ്ലസ് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താ? അത് ഗ്രോയിങ് എൻഡ് ആണ്. എപ്പോഴും ഗ്രോ ചെയ്യുന്ന എൻഡ് ആണ്, ഗ്രോയിങ് എൻഡ് ആണ്. അപ്പൊ ആ സൈഡ് എന്തായി മാറും? അത് പോസ്റ്റീരിയർ സൈഡായി മാറുകയും ചെയ്യും. മൈനസ് എൻഡ് എന്ന് പറഞ്ഞാൽ ഡൈനിൻ പ്രോട്ടീൻ ആണ് അവിടെ, അതെന്ന് പറഞ്ഞാൽ ആന്റീരിയർ സൈഡായി മാറുകയും ചെയ്യും. ഓക്കെ, സോ PAR1 പ്രോട്ടീൻ എന്ത് ചെയ്യും? പോളിമറൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ പ്ലസ് എൻഡ് ഉള്ള റീജിയൻസ്, അത് ഗ്രോയിങ് എൻഡ്, അത് പോസ്റ്റീരിയർ സൈഡിൽ കാണാൻ പറ്റുകയും ചെയ്യും. ആൻഡ് മൈനസ് എൻഡ്, കാരണം ആന്റീരിയർ സൈഡിലോട്ട് ഗ്രോത്ത് വേണ്ടല്ലോ. സോ ദിസ് ഇസ് ദ മൈനസ് എൻഡ്. ഇവിടെ പ്ലസ് എൻഡ് ഉണ്ടെങ്കിൽ ഈ സൈഡ് എന്തായി മാറും? ഇറ്റ് ബിക്കംസ് പോസ്റ്റീരിയർ. ആൻഡ് ഈ സൈഡ് മൈനസ് ഉള്ള നമ്മുടെ ഡൈനിലുള്ള ഭാഗം എന്തായി മാറും? ഇറ്റ് ബിക്കംസ് ആന്റീരിയർ. മനസ്സിലായോ? സോ PAR1 പ്രോട്ടീൻസ് റിക്രൂട്ട് ചെയ്യും. സോ വി ക്യാൻ സി ഫൈനലി എന്ത് പറ്റും? പ്ലസ് എൻഡ് അറ്റ് പോസ്റ്റീരിയർ ആൻഡ് മൈനസ് എൻഡ് അറ്റ് ആന്റീരിയർ. ഓക്കെ, ക്ലിയർ ആണോ? എഴുതിയോ? അടുത്തതിലേക്ക് പോവാം. ഈ ബൈക്കോട് ഹഞ്ച് ബാക്ക് ഒക്കെ വരുന്നത് ആന്റീരിയർ പൊസിഷനിലല്ലേ? വന്നോണ്ടിരിക്കുക, ശ്രദ്ധിച്ചോ?
ഓക്കെ, അപ്പൊ ഇതാണ് കേട്ടോ. സോ പോസ്റ്റീരിയറൈസ്ഡ് ഫോളിക്കിൾസ് പ്രൊഡ്യൂസ് ഓർഗനൈസ്ഡ് പ്ലസ് ഓർ മൈനസ് മൈക്രോട്യൂബ്യൂൾ. ഇത്രയും ഭാഗമാണ് നമ്മളിവിടെ കഴിഞ്ഞത്. സോ ഇവിടെ ഇതെല്ലാം ആന്റീരിയർ ഫോളിക്കിൾ സെൽസ് ആണ്. ഓക്കെ, ഇനിയും കുറച്ച് പ്രോട്ടീൻസും കൂടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നാണ് പഠിച്ചായിരുന്നു, ജസ്റ്റ് ഇങ്ങനെ വേഗമായിട്ട് പറഞ്ഞത് ഇതാട്ടോ അതിന്റെ ഒരു പിക്ചർ. പോളറൈസ്ഡ് മൈക്രോട്യൂബ്യൂൾ ആണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്ലസ് എൻഡ് ഉണ്ട്. പ്ലസ് എൻഡ് ക്യാൻ ബി സീൻ ടുവേർഡ്സ് ദ പോസ്റ്റീരിയർ സൈഡ്. മൈനസ് എൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സാധനം എവിടെയാ, ആന്റീരിയർ എൻഡിലേക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇനി ഇത് കൂടാതെ തന്നെ വേറെ ചില പ്രോട്ടീൻസും കൂടെ ഉണ്ട്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രോട്ടീൻ ആണ് എന്താണ്, ഓസ്കാർ. അപ്പൊ ഈ ഓസ്കാർ ആരാ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ നേഴ്സ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഓസ്കാർ എന്ത് ചെയ്യുന്നറിയാവോ, അത് കൈനസിനായിട്ട് ബൈൻഡ് ചെയ്യും. സോ വീണ്ടും എഴുതിക്കോ, നേഴ്സ് സെൽസ് ഉണ്ട്. നമ്മള് ഗുർക്കൻ എംആർഎൻഎ പറഞ്ഞല്ലോ, അപ്പൊ ഇത് രണ്ടാമത്തെ ആൾക്കാരായിട്ട് ഓർത്താൽ മതി ഓസ്കാറിന് കേട്ടോ. അപ്പൊ നേഴ്സ് സെൽസ് എന്ത് ചെയ്യും, നേഴ്സ് സെൽസ് വിൽ പ്രൊഡ്യൂസ് ഓസ്കാർ എംആർഎൻഎ. ഓക്കെ, ഓസ്കാർ എംആർഎൻഎ ഉണ്ടാക്കും. എംആർഎൻഎ ഡെഫിനറ്റ്ലി പ്രോട്ടീൻ ഫോം ചെയ്യും, അത് ഞാൻ എഴുതുന്നില്ല കേട്ടോ. അപ്പൊ ഈ ഓസ്കാർ എന്ത് ചെയ്യും, ഈ ഓസ്കാർ പോയിട്ട് കൈനസിനായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, സോ കൈനസിൻ നമുക്കറിയാം ഇറ്റ് ഇസ് അറ്റ് ദ പ്ലസ് എൻഡ് ആണ്. അപ്പൊ ഓസ്കാർ വീണ്ടും ഇനിയും പാർ പ്രോട്ടീൻസിനെ റിക്രൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ, ഇറ്റ് ബിക്കംസ് വെയർ ഇറ്റ് ക്യാൻ ബി സീൻ ടുവേർഡ്സ് ദ പോസ്റ്റീരിയർ സൈഡിൽ തന്നെ ഫിക്സ് ചെയ്യിപ്പിച്ച് വെക്കും. ഓക്കെ, സോ പോസ്റ്റീരിയർ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന അടുത്ത ഒരു പ്രോട്ടീൻ ആണ് ഓസ്കാർ. സോ ബിക്കോസ് ഓസ്കാറിന്റെ അകത്ത് ഓസ്കാർ ഉള്ളത് കൊണ്ട് ഇത് നോട്ട് ചെയ്ത് വെച്ചോ, ഓസ്കാർ പ്രസന്റ് ആയതുകൊണ്ട് പോസ്റ്റീരിയർ സൈഡിൽ ഒരു ഡിസ്റ്റിങ്ക്ട് സൈറ്റോപ്ലാസം ഉണ്ട്. അതിനെയാണ് നമ്മൾ പോൾ പ്ലാസം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ പോൾ പ്ലാസത്തിന്റെ അകത്ത് ചില ഡിറ്റർമിനൻസ് ഉണ്ട്, ജാം സെൽസും അബ്ഡോമിനൽ സെൽസും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. സോ ദിസ് ഇസ് ദ സെക്കൻഡ് മോളിക്യൂൾ വിച്ച് ഇസ് കോൾഡ് as ഓസ്കാർ. ഓസ്കാർ എംആർഎൻഎ, ഓസ്കാർ പ്രോട്ടീൻ പ്രൊഡ്യൂസിങ്. ഈ എംആർഎൻഎ ഡെഫിനറ്റ്ലി ഒരു പ്രോട്ടീൻ ആണല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഓസ്കാർ പ്രോട്ടീൻ പ്രൊഡ്യൂസ് ചെയ്യും, അത് നേരെ പ്ലസ് എൻഡിലേക്ക് ബൈൻഡ് ചെയ്യും. അങ്ങനെ അത് പോസ്റ്റീരിയർ സൈഡ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കൈനസിൻ, അത് മറക്കല്ലോ കേട്ടോ, കൈനസിൻ കെ പി എന്ന് ഓർത്താൽ മതി. കെ ഫോർ കൈനസിൻ, പി ഫോർ പോസിറ്റീവ്, അപ്പൊ കെ പ്ലസ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഈ ഒരു പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും, ഈ സൈഡിലല്ലേ നമുക്ക് ഓസ്കാർ എംആർഎൻഎ കാണാൻ പറ്റുന്നേ. പ്ലസ് എൻഡിന്റെ അങ്ങോട്ടേക്കായിരിക്കും ഓസ്കാർ മൂവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് ഓസ്കാർ. മനസ്സിലായോ ഓസ്കാർ? അടുത്ത പ്രോട്ടീനിലേക്ക് പോയാലോ? ഓക്കെ, സോ അടുത്ത പ്രോട്ടീൻ ആണ് നെക്സ്റ്റ് ഇസ് കോൾഡ് as ബൈക്കോയിഡ്. എടാ ഈ പ്രോട്ടീൻസ് എല്ലാം എന്താണെന്നറിയാമോ, നമുക്ക് ആന്റീരിയർ സൈഡും പോസ്റ്റീരിയർ സൈഡും ആകാൻ വേണ്ടി സഹായിക്കുന്ന കുറച്ച് പ്രോട്ടീൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ആദ്യം പറഞ്ഞത് ഗുർക്കൻ ഇസ് ആക്ച്വലി ബേസിക്കലി എന്താ, പോസ്റ്റീരിയറൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഗുർക്കൻ എംആർഎൻഎ. അപ്പൊ ഗുർക്കൻ എംആർഎൻഎ ഗുർക്കൻ പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്തു. അത് എന്ത് ഹെൽപ്പ് ചെയ്തു, അത് നേരെ പാർ പ്രോട്ടീൻസിനെ റിക്രൂട്ട് ചെയ്തു. അത് പിന്നീട് ടോർപിഡോ ആയിട്ട് ബൈൻഡ് ചെയ്തു, പാർ പ്രോട്ടീൻസിനെ റിക്രൂട്ട് ചെയ്തു. പോളിമറൈസേഷൻ ഓഫ് മൈക്രോട്യൂബ്യൂൾസ് നടന്നു. പ്ലസ് എൻഡ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സൈഡിലും മൈനസ് എൻഡ് എന്ന് പറയുന്നത് ആന്റീരിയർ സൈഡിലാണെന്ന് കണ്ടു. പിന്നെ നമ്മൾ ഓസ്കാറിനെ പറ്റി പഠിച്ചു. ഓസ്കാർ നേരെ എങ്ങോട്ടാ പോകുന്നത്, പ്ലസിന്റെ കൂടെ പോകുന്നത്. അപ്പൊ പ്ലസ് ഉള്ളത് എവിടെ, പോസ്റ്റീരിയറില്. ഇനി അടുത്തത് ബൈക്കോയിഡ് ആണ്. അപ്പൊ ബൈക്കോയിഡ് ഇതുപോലെ നിങ്ങൾ ആരോ മാർക്ക് ഇട്ട് എഴുതിക്കോട്ടോ, അതായിരിക്കും ഓർത്തിരിക്കാൻ എളുപ്പം. അപ്പൊ നേഴ്സ് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്തു, വീണ്ടും ഇറ്റ് പ്രൊഡ്യൂസസ് ബൈക്കോയിഡ് എംആർഎൻഎ. ഓക്കെ, സോ ബൈക്കോയിഡ് എംആർഎൻഎ പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ, ഈ ബൈക്കോയിഡ് ആക്ച്വലി ഈ ബൈക്കോയിഡിന്റെ അടുത്തുണ്ടല്ലോ 2 പ്രോട്ടീൻസ് ഉണ്ട്. ആ പ്രോട്ടീൻസ് ആണ് എക്സ്പുരാൻഷ്യ ആൻഡ് സ്വാലോ. ഇത് ഇവിടെ എഴുതിയിട്ടുണ്ട്, എക്സ്യുപെരാൻഷ്യ ആൻഡ് സ്വാലോ എന്ന് പറയുന്ന 2 പ്രോട്ടീൻസ് ആണ് ടെതറിംഗ് പ്രോട്ടീൻസ്. ഓക്കെ, അതെന്തിനാണെന്നറിയാമോ, ഈ ടെതറിംഗ് പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നേരെ ഇവർക്ക് കൈനസിന്റെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ, അതായത് പോസിറ്റീവ് എൻഡിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതൊരു പ്രത്യേക മെക്കാനിസം ആട്ടോ. അപ്പൊ ഈ ബൈക്കോയിഡ് ആക്ച്വലി എവിടെയാ കാണുന്നതെന്ന് അറിയാവോ, ബൈക്കോയിഡ് ആക്ച്വലി കാണുന്നത് ആന്റീരിയർ സൈഡിലോട്ടാണ്. അപ്പം ആദ്യം എന്ത് ചെയ്യുന്നറിയാവോ, നേഴ്സ് സെൽസ് ബൈക്കോയിഡിനെ സെക്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഈ ബൈക്കോയിഡ് പോയിട്ട് എക്സ്പുരാൻഷ്യ ആൻഡ് സ്വോളോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ടെതറിംഗ് പ്രോട്ടീൻസ് ആയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ ഒരു കോംപ്ലക്സ് ഉണ്ടായി കഴിഞ്ഞാൽ ഇവര് നേരെ ആര് കൊണ്ടുപോകും, ഇവരെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള കൈനസിൻ കൊണ്ടുപോകും. അതെന്നിട്ട് നേരെ റിംഗ് കനാലിൽ കൂടെ പാസ് ചെയ്യും. ഓക്കെ, റിംഗ് കനാലിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റിംഗ് കനാലിൽ കൂടെ പാസ് ചെയ്യുന്ന ആ ടൈമിൽ
എന്നാ കൈനസിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരും? ഡൈനിൻ വരും. അപ്പൊ നമുക്കറിയാം ഡൈനിൻ എന്ന് പറഞ്ഞ നെഗറ്റീവ് എൻഡ് ആണ് അല്ലെ. അങ്ങനെ ഇവരെങ്ങോട്ടേക്ക് പോകും? ഇവരെ നേരെ ആന്റീരിയർ സൈഡിലോട്ട് കൊണ്ടുപോകും. ഓക്കെ, സോ ഹെൻസ് ബൈക്കോയിഡ് is seen where? Bicoid is seen in the anterior side. ഓക്കെ, സോ നെർവ് സെൽസ് ബൈക്കോയിഡ് mRNA ഉണ്ടാക്കും. അതിലേക്ക് നേരെ എക്സ്പുരാൻഷ്യ ആൻഡ് സ്വോളോ എന്ന് പറഞ്ഞ രണ്ട് ടെതറിംഗ് പ്രോട്ടീൻസ് ബൈൻഡ് ചെയ്യും. ആ ബൈൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഇവരെ നേരെ ആര് കൊണ്ടുപോകും? കൈനസിൻ കൊണ്ടുപോകും. അത് റിംഗ് കനാലിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ കൈനസിൻ റീപ്ലേസ് ചെയ്ത് ഡൈനിൻ വരും. ആ ഡൈനിൻ നേരെ ഇവരെ എങ്ങോട്ട് കൊണ്ടുപോകും? ആന്റീരിയർ സൈഡിലേക്ക് കൊണ്ടുപോകും. അപ്പൊ എവിടെയാ ബൈക്കോയിഡ് കാണുന്നത്? ബൈക്കോയിഡ് ഇസ് പ്രസന്റ് അറ്റ് ദി ആന്റീരിയർ സൈഡ്. മനസ്സിലായോ? അടുത്തയിലോട്ട് പോവാം. എക്സ് പ്രോട്ടീൻ പഠിക്കാം. ഓക്കെ, അടുത്ത ആൾക്കാരാണ് നാനോസ്. നാനോസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു പ്രോട്ടീൻ ഉണ്ട്. നാലാമത്തെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ നാനോസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇറ്റ് ഹാസ് ഗോട്ട് നോ, ഇതും മറ്റേ നെർവ് സെൽസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്ത കേട്ടോ. ഇതിനകത്ത് നോ അഫിനിറ്റി ടു ഡൈനിൻ ഓർ കൈനസിൻ. ഡൈനിനായിട്ടും കൈനസിനായിട്ടും പ്രത്യേകിച്ച് അഫിനിറ്റി ഒന്നും നാനോസിനില്ല. ഇതിങ്ങനെ പാസീവായിട്ട് സൈറ്റോപ്ലാസത്തില്, ഊസൈറ്റിന്റെ സൈറ്റോപ്ലാസത്തില് പാസീവായിട്ട് ഡിഫ്യൂസ് ചെയ്ത് പോവാ. പക്ഷേ ഈ നാനോസ് എപ്പോഴും എവിടെ കാണാൻ പറ്റുന്നതെന്ന് അറിയാമോ? നമ്മുടെ പോസ്റ്റീരിയർ ഡ്രോസോഫിലയുടെ പോസ്റ്റീരിയർ എൻഡിലാണ് നാനോസിനെ കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ചില പ്രോട്ടീൻസ് ഉണ്ട്. ഓസ്കാർ, വാസ, സ്റ്റോഫൻ, ട്യൂഡോർ എന്നുള്ള ചില പ്രോട്ടീൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ ഇത് രണ്ട് നോട്ട് ചെയ്തോ, സ്മോഗ് ആൻഡ് കപ്പ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എക്സ്യുപ്പുരാൻഷ്യ ആൻഡ് സ്വോളോ എന്നുള്ള പ്രോട്ടീൻസ്, അതുപോലെ തന്നെ നാനോസിനുള്ള രണ്ട് പ്രോട്ടീൻസ് ആണ്. സ്മോഗ് ആൻഡ് കപ്പിന്റെ കൂടെ ബൈൻഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഇറ്റ് വിൽ ഇൻഹിബിറ്റ് ദ ട്രാൻസ്ലേഷൻ ഓഫ് നാനോസ്. ഇത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അതായത് നാനോസിന്റെ മറ്റേ ട്രാൻസ്ക്രിപ്ഷനെ ട്രാൻസ്ലേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന രണ്ട് പ്രോട്ടീൻസ് ആണ് സ്മോഗ് ആൻഡ് കപ്പ്. സോ നാനോസ് പോസ്റ്റീരിയർ എൻഡിൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നവരാണ് സ്മോഗ് ആൻഡ് കപ്പ്. ഓക്കെ, സോ ദാറ്റ് ഇസ് ലൈക്ക് സ്മോഗ് ആൻഡ് കപ്പ്. അതൊരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഇസ് ലൈക്ക് സ്മോഗ് ആൻഡ് കപ്പ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു മെക്കാനിസം എങ്ങനെയാന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇത്രയും പറഞ്ഞല്ലേ ഉള്ളൂ. അതായത് നമ്മുടെ നാനോസിന്റെ 3' UTR, അതായത് അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ ആണ് UTR എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയാലോ, 3' UTR ഓഫ് നാനോസ് mRNA. നാനോസ് mRNAയുടെ 3' UTRൽ ഈ ആരൊക്കെയുണ്ട്? നമ്മൾ ഈ പറഞ്ഞ 2 പ്രോട്ടീൻസ് ഉണ്ട്. ആരൊക്കെയാണ്? സ്മോഗും കപ്പും ഉണ്ട്. സ്മോഗും ഉണ്ട്, അതുപോലെ തന്നെ കപ്പും ഉണ്ട്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാം. ഈ കപ്പ് എന്താ ചെയ്യുക? ഇറ്റ് ഇൻഹിബിറ്റ് ദ റിക്രൂട്ട്മെന്റ് ഓഫ് റൈബോസോം. അപ്പൊ റൈബോസോമിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യത്തില്ല. റൈബോസോമിനെ പോയിട്ട് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ റൈബോസോം ഇൻഹിബിറ്റഡ് ആയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് സംഭവിക്കും? ട്രാൻസ്ലേഷൻ നടക്കത്തില്ല അല്ലെ. പക്ഷെ ചില പ്രോട്ടീൻസ്, നാനോസിന് ചില പ്രോട്ടീൻസിന് എവിടെ എത്താൻ പറ്റും? പോസ്റ്റീരിയർ എൻഡിൽ പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് പോസ്റ്റീരിയർ എൻഡിൽ നാനോസ് എത്തുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഇതിപ്പോ ട്രാൻസ്ലേഷൻ നടക്കില്ല. അപ്പൊ ചില സം നാനോസ് റീച്ച് വെയർ, കുറച്ച് നാനോസ് എവിടെ എത്തുന്നറിയാമോ? പോസ്റ്റീരിയർ എൻഡിലെത്തും. ഓക്കെ, ഇവര് പോസ്റ്റീരിയർ എൻഡിലെത്തും. അപ്പൊ എന്ത് ചെയ്യുന്നറിയാമോ? ഓസ്കാർ വന്നിട്ട് ആ കപ്പിനെ റിമൂവ് ചെയ്യും. സോ ഓസ്കാർ റിമൂവ്സ് വാട്ട്? ഓസ്കാർ റിമൂവ്സ് ദ കപ്പ് പ്രോട്ടീൻ. ഓക്കെ, അപ്പൊ കപ്പ് മാറിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണേ? റൈബോസോമുമായിട്ട്, കപ്പായിരുന്നല്ലോ പ്രശ്നക്കാരൻ, കപ്പാണ് നേരെ റൈബോസോമിനെ പോയി ഇൻഹിബിറ്റ് ചെയ്തത്. അപ്പൊ പോസ്റ്റീരിയർ എൻഡില് നാനോസ് എത്തിക്കഴിഞ്ഞാല് ഓസ്കാർ എന്ത് ചെയ്യും? അത് കപ്പ് പ്രോട്ടീനെ റിമൂവ് ചെയ്യും. അങ്ങനെ എന്ത് സംഭവിക്കും? അങ്ങനെ കപ്പ് സ്റ്റേബിൾ അല്ല. സോ നാനോസ് mRNAയുടെ ട്രാൻസ്ലേഷൻ നടക്കും. മനസ്സിലായോ? അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ സ്മോഗും കപ്പും ഇൻഹിബിറ്റേഴ്സ് ആണെന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ ഇവര് പോസ്റ്റീരിയർ എൻഡിൽ എത്തണെന്നുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. മനസ്സിലായോ? സംശയമുണ്ടോ?
ക്ലിയർ ആയോ? ഇല്ലേ? ഓക്കെ. സോ ദിസ് ഇസ് ലൈക്ക് ഇതാണ് നമ്മുടെ നാനോസ്. ഓക്കെ. ഇനി ഇത് കൂടാതെ രണ്ട് പ്രോട്ടീൻസും കൂടെ ഉണ്ട്, ഹഞ്ച് ബാക്ക് ആൻഡ് കോഡൽ mRNA കേട്ടോ. അപ്പൊ ഇതും എഗെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? നഴ്സ് സെൽസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് ഫ്രീലി ആയിട്ട് സൈറ്റോപ്ലാസത്തിൽ ഫ്രം ആന്റീരിയർ ടു. അപ്പൊ ബൈക്കോയിഡിന്റെ സഹായത്തോടു കൂടി ഹഞ്ച് ബാക്ക് എവിടെയാണ് കാണുന്നത്? ഇറ്റ് ഇസ് സീൻ അറ്റ് ദി ആന്റീരിയർ എൻഡും. കോഡൽ കാണുന്നത് എവിടെയാ? കോഡൽ ഇസ് പ്രസന്റ് അറ്റ് ദി പോസ്റ്റീരിയർ എൻഡും ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് സ്പെസിഫിക്കേഷന്റെ കാര്യങ്ങൾ. അപ്പൊ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ ആന്റീരിയർ എൻഡിൽ ആരൊക്കെ കാണും? ആന്റീരിയർ എൻഡിലുള്ള കോഡ് നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, ബാന്നാട്ടോ. അന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? സോ ബേസിക്കലി ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ബൈക്കോയിഡ് ആണ്. ഈ ദിസ് എ സ്റ്റാൻഡ്സ് ഫോർ ആന്റീരിയർ ആട്ടോ. ഇത് ഞാൻ ആന്റീരിയർ എന്നുള്ളതിന്റെ ഒരു സാധനമാണ്, ആന്റീരിയർ. ആൻഡ് എച്ച് ഫോർ വാട്ട്? എച്ച് ഫോർ ഹഞ്ച് ബാക്ക്. ഓക്കെ, ഹഞ്ച് ബാക്ക് ആണ്. So this is anterior and this is bicoid, this is hunchback. ഇനി പോസ്റ്റീരിയർ എൻഡിൽ കാണുന്ന പ്രോട്ടീൻസിന്റെ കോഡാണ് പോക്കൻ എന്ന് ഓർത്താൽ മതി കേട്ടോ, POCN. ഓക്കെ, അപ്പൊ പോ ഫോർ പോസ്റ്റീരിയർ, ഈ പി ഫോർ വാട്ട്? പി ഫോർ പോസ്റ്റീരിയർ ആണ്. O ഫോർ ഓസ്കാർ, C ഫോർ കോഡൽ ആൻഡ് N ഫോർ നാനോസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് സ്പെസിഫിക്കേഷൻ ഇൻ ഡ്രോസോഫില. അപ്പൊ ഫ്രണ്ടും ബാക്കും ഉണ്ടായി, ഇനി മേലെയും താഴെയും ഉണ്ടാവണം. ദാറ്റ് ഇസ് ഡോർസൽ വെൻട്രൽ ആക്സിസ് സ്പെസിഫിക്കേഷൻ. അതും കൂടെ നോക്കിയാലോ? എളുപ്പം അത് നോക്കാം. അപ്പൊ ഇത്രയും നടന്നത് എങ്ങനെയായിരുന്നു? ബിഫോർ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. സോ ബിഫോർ ഫെർട്ടിലൈസേഷൻ വി ക്യാൻ സീ ദ പ്രോസസ് കേട്ടോ. ഫെർട്ടിലൈസേഷന് മുന്നേ ആണ് ഈ ആന്റീരിയർ പോസ്റ്റീരിയർ ആക്സിസ് സ്പെസിഫിക്കേഷൻ നടന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് എളുപ്പമാണ്, ദാറ്റ് ഇസ് കോൾഡ് ദിസ് ഡോർസൽ വെൻട്രൽ ആക്സിസ് സ്പെസിഫിക്കേഷൻ കൂടെ നോക്കാം. അടുത്തോ? ഓക്കെ, എല്ലാവരും റെഡിയാണോ? ഓക്കെ, ഇച്ചിരി നമ്മൾ പഠിച്ചുള്ളൂ. ഓക്കെ, അപ്പൊ ഇതും കൂടെ നോക്കാം. സോ ഇതാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത് നോക്കി പോക്കോട്ടോ. ഇത് നമ്മുടെ നോർമൽ ഡെവലപ്മെന്റ്. സോ ദിസ് ഇസ് എ വൈൽഡ് ടൈപ്പ്. അപ്പൊ വൈൽഡ് ടൈപ്പിൽ നമുക്ക് നോക്കാം, ബൈക്കോയിഡ് mRNA ആയിരിക്കും ഇവിടെ കാണുന്നത് അല്ലെ? സോ ദിസ് ഇസ് ദ ആന്റീരിയർ സൈഡ്. അപ്പൊ ബൈക്കോയിഡ് ഉണ്ടെങ്കിൽ നമ്മുടെ കോഡ് അനുസരിച്ച് ബ എന്നായിരുന്നല്ലോ കോഡ്. സോ നമുക്കറിയാം ബൈക്കോയിഡ് ഇസ് പ്രസന്റ് വെയർ അറ്റ് ദി ആന്റീരിയർ സൈഡ് ആണ്. അപ്പൊ ഇതാ ആന്റീരിയർ, നമ്മുടെ ആന്റീരിയർ സൈഡ്, ഇതതിന്റെ ഹെഡ്, ഇതതിന്റെ ടൊറാക്സ്, അബ്ഡോമൻ ആൻഡ് ടെൽസൺ. ടെൽസൺ എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് ദ ടെയിൽ ആട്ടോ, ടെൽസൺ. സോ ടെൽസൺ ബേസിക്കലി സ്റ്റാൻഡ്സ് ഫോർ ടെയിൽ ആണ്. ഇനിയിപ്പോ നോക്കിക്കേ, നമ്മൾ ബൈക്കോയിഡ് ഡെഫിഷ്യന്റ് ആണ്, നമ്മൾ ബൈക്കോയിഡ് കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ ബൈക്കോയിഡ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? തല ഉണ്ടാകില്ല അല്ലെ? സോ രണ്ടറ്റം എന്തായി മാറും? ടെയിലായിട്ട് മാറും. Okay, so we will be getting a Drosophila fly, a mutant Drosophila which has got two tails. Okay, bicoid in that bicoid കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റും? That is bicoid deficient. ഇത് എക്സാമിന് ചോദിക്കുവേ. ഇനി വേറെ ഒരെണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ ബൈക്കോയിഡിനെ നമ്മൾ ആന്റീരിയർ എൻഡിൽ കൊടുത്താൽ വി വിൽ ബി ഗെറ്റിംഗ് വാട്ട്? വി വിൽ ബി ഗെറ്റിംഗ് നോർമൽ ഡെവലപ്മെന്റ് അല്ലെ? സോ ദാറ്റ് ഇസ് ആന്റീരിയർ സൈഡ് ആക്രോൺ. ആക്രോൺ എന്ന് വെച്ചാൽ ഹെഡ് ആട്ടോ, എന്ന് വെച്ചാൽ തലയ്ക്ക് തൊട്ട് മുന്നേ, ഹെഡിന് മുന്നേ ഉള്ള സ്ട്രക്ചർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. സോ ആക്രോൺ, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ, ടെൽസൺ. ഇനി നോക്കിക്കേ, നമ്മൾ ബൈക്കോയിഡിനെ മിഡിലിൽ കൊടുത്തു എന്ന് വെച്ചോ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? അതേ തല നടുക്കായി. ബിക്കോസ് എവിടെയാണോ ബൈക്കോയിഡ് ഉള്ളത് ആ ഭാഗം തലയായിട്ട് മാറും. അറ്റത്ത് എന്ത് പറ്റും? അതേ രണ്ട് ടെയിൽ ഉണ്ട്, പിന്നെ തൊറാക്സ് ഉണ്ട്, പിന്നെ അബ്ഡോമൻ ഉണ്ട്. ഇനി നമ്മൾ പോസ്റ്റീരിയർ സൈഡിലോട്ട് ആ ബൈക്കോയിഡിനെ കൊടുത്തതെന്ന് വെച്ചോ, അപ്പൊ പോസ്റ്റീരിയർ സൈഡ് എന്തായി മാറും? ദ ഹെഡ് ആയി മാറും. സോ നമുക്ക് കിട്ടുന്ന ഫ്ലൈ വിൽ ബി ഹാവിംഗ് 2 heads. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കും. സോ ബൈക്കോയിഡിനെ ഇങ്ങനെ, ബൈക്കോയിഡ് മാത്രമല്ല, നിങ്ങൾക്ക് വേറെ എന്ത് മാനിപ്പുലേറ്റിംഗ് ഇങ്ങനെ ചെയ്യിച്ചോ അവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്കിനി മറ്റേലോട്ട് പോവാം. ഇത് പിന്നെ വരയ്ക്കാം കേട്ടോ, അപ്പൊ വരച്ച സമയം കളയണ്ട, ജസ്റ്റ് സ്പേസ് ഇട്ടാൽ മതി. അപ്പൊ ഇനി അടുത്ത നോക്കാം. നെക്സ്റ്റ് ഇസ് ലൈക്ക് ഇത് അതിന്റെ പിക്ചർ തന്നെ. അഗെയിൻ ആന്റീരിയർ പോസ്റ്റീരിയർ സൈഡിൽ എങ്ങനെയാണ് ഇതൊന്നും ഞാൻ പറയുന്നില്ല.
ഇനി അടുത്തതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഇറ്റ് ഇസ് അബൌട്ട് ഡോർസൽ വെൻട്രൽ ആക്സിസ് സ്പെസിഫിക്കേഷൻ. അതും നല്ല രസമാണ് പഠിക്കാനായിട്ട് കേട്ടോ. ഓക്കെ, ഡോർസൽ വെൻട്രൽ ആക്സിസ് സ്പെസിഫിക്കേഷൻ. അപ്പൊ ഇവിടെ ഡോർസലൈസേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് സെയിം നമ്മുടെ ഗുർക്കൻ ടോർപിഡോ റിസെപ്റ്റർ ബൈൻഡിങ് ആട്ടോ. സോ എന്ത് സംഭവിച്ചു, നമുക്കറിയാം നഴ്സ് സെൽസ് ഉണ്ട് അല്ലേ. സോ നഴ്സ് സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, നഴ്സ് സെൽസ് വിൽ പ്രൊഡ്യൂസ് ഗുർക്കൻ mRNA. അപ്പൊ എന്ത് പറ്റും, ഗുർക്കൻ mRNA എന്ത് ചെയ്യും എന്നറിയാമോ. സോ ദിസ് വിൽ ബൈൻഡ് വിത്ത് വാട്ട്, ദിസ് വിൽ ബൈൻഡ് വിത്ത് ടോർപിഡോ റിസെപ്റ്റർ. ഓക്കെ, സോ ടോർപിഡോ ആയിട്ട് ബൈൻഡ് ചെയ്യും. ഈ ടോർപിഡോ ആയിട്ട് ബൈൻഡ് ചെയ്താൽ അത് വേറൊരു പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് പ്രോട്ടീൻ ഇസ് കോൾഡ് എസ് മിറർ പ്രോട്ടീൻ. അപ്പം മിറർ പ്രോട്ടീനാ. ഈ മിറർ ഉണ്ടായി കഴിഞ്ഞാൽ ഈ മിറർ എന്ത് ചെയ്യുന്നറിയാമോ, പൈപ്പ് എന്നൊരു പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യും. സോ മിറർ ഇൻഹിബിറ്റ്സ് വാട്ട്, മിറർ ഇൻഹിബിറ്റ്സ് പൈപ്പ്. അപ്പൊ പൈപ്പ് പ്രോട്ടീൻ ഉള്ള സ്ഥലമാണെങ്കിൽ എന്ത് ചെയ്യുന്നറിയാമോ, അത് വെൻട്രൽ ആവേണ്ടതാണ്. പക്ഷെ പൈപ്പ് ഇവിടെ ഇൻഹിബിറ്റ് ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, ദിസ് സൈഡ് ബിക്കംസ് ദ ഡോർസൽ സൈഡ്. അപ്പൊ ഇതിൽ നിന്ന് അർത്ഥം എന്താണ്, പൈപ്പ് എവിടെയാണോ ഉള്ളത്, പൈപ്പ് പ്രസന്റ് അല്ല, ഇങ്ങനെ എഴുതാം, പൈപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട്, ഇറ്റ് ബിക്കംസ് വെൻട്രൽ സൈഡും. പൈപ്പ് ഇൻഹിബിറ്റഡ് ആണെങ്കിൽ അല്ലെങ്കിൽ പൈപ്പ് ആബ്സെന്റ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട്, ഇറ്റ് ബിക്കംസ് ഡോർസൽ സൈഡ്. അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രോസോഫില്ലയുടെ വെൻട്രൽ സൈഡിങ്, ഡോർസൽ സൈഡിങ്ങിനാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? സോ നഴ്സ് സെൽസ് ഗുർക്കൻ mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഗുർക്കൻ mRNA പ്രൊഡ്യൂസ് ചെയ്യും. ഗുർക്കൻ mRNA ടോർപിഡോ റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യും. അത് മിറർ എന്ന് പറയുന്ന പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. അത് പൈപ്പ് എന്ന് പറഞ്ഞ പ്രോട്ടീനെ ഇൻഹിബിറ്റ് ചെയ്യും. പൈപ്പ് ഇൻഹിബിറ്റഡ് ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് വാട്ട്, ഇറ്റ് ബിക്കംസ് ദ ഡോർസൽ സൈഡ്. ക്ലിയർ ആണോ? ഇത് ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് ഉണ്ടെങ്കിലാണ് ഈ പ്രോസസ് നടക്കുന്നത് കേട്ടോ. സോ വെൻ ഗുർക്കൻ, എടാ മനസ്സിലാവണല്ലേ, ഇതെന്നാലും മിണ്ടാത്ത മെസ്സേജ് ഇട്ടേ. ഓക്കെ 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 ശരി. എനിക്ക് നിങ്ങളെ മിണ്ടാതിരിക്കുമ്പോഴേ എനിക്ക് ടെൻഷനായി, ഇനി മനസ്സിലാവാഞ്ഞിട്ടാണോ മിണ്ടാതിരിക്കുന്നത്. ഓക്കെ ശരി. അപ്പൊ ഇനി ദിസ് വാസ് അബൌട്ട് ഡോർസലൈസേഷൻ. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈ വെൻട്രൽ സൈഡ് എങ്ങനെ ഉണ്ടാവുന്നത്, വെൻട്രൽ ഫോളിക്കൽ സെൽസ് എങ്ങനെ ഉണ്ടാവുന്നതെന്ന് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പൊ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ എഴുതി പോവാട്ടോ. അപ്പൊ വെൻ ദർ ഇസ് നോ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ്, ഓക്കെ, സോ ഗുർക്കൻ ഇല്ല, നോ ഗുർക്കൻ, അപ്പം നോ ടോർപിഡോ, രണ്ടും ഇല്ല കേട്ടോ, നോ ടോർപിഡോ ബൈൻഡിങ്. സോ ആ ബൈൻഡിങ് നടക്കില്ല. അപ്പൊ എന്ത് ചെയ്യുന്നറിയാവോ, ആ സമയത്ത് പൈപ്പ് ആക്റ്റീവ് ആവും. സോ പൈപ്പ് ബിക്കംസ് വാട്ട്, പൈപ്പ് ബിക്കംസ് ആക്റ്റീവ്. ഓക്കെ, അപ്പൊ ഇതെവിടെ നടക്കുന്നത്, ഇത് വെൻട്രൽ സൈഡിൽ നടക്കാൻ പോകുന്ന ഇവന്റ്സ് ആട്ടോ. ഞാൻ എഴുതുന്നത് ശ്രദ്ധിച്ചോണേ. സോ ദർ ഇസ് നോ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ്. സോ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് ഇല്ലാത്തപ്പം പൈപ്പ് എന്ത് ചെയ്യും, പൈപ്പ് ആക്ടിവേറ്റ് ആവും. പൈപ്പ് എന്ത് ചെയ്യുന്നറിയാവോ, പൈപ്പിന് രണ്ട് പ്രോട്ടീൻസ് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് വിൻഡ് ബ്യൂട്ടേലും മറ്റേത് ന്യൂഡൽ എന്ന് പറയുന്ന പ്രോട്ടീൻസ് ഉണ്ട്. എന്തൊക്കെയാ? സോ പൈപ്പ് ഹാസ് ഗോട്ട് ടു പ്രോട്ടീൻസ്. വൺ ഇസ് കോൾഡ് എസ് വിൻഡ് ബ്യൂട്ടൽ, ഒറ്റ പേരാണ് വിൻഡ് ബ്യൂട്ടൽ. ആൻഡ് അനദർ പ്രോട്ടീൻ, ന്യൂഡൽ കാണിച്ചിട്ടുണ്ട് ഇവിടെ, ന്യൂഡൽ എന്ന് പറയുന്ന പ്രോട്ടീനും ഉണ്ട്. ഇവരുടെ രണ്ടുപേരുടെ സഹായത്തോടെ ഇത് എന്ത് ചെയ്യുന്നറിയാവോ, ദിസ് വിൽ സൾഫേറ്റ് പെരിവിറ്റലൈൻ സ്പേസ്. സോ ദിസ് സൾഫേറ്റ്സ് വാട്ട്, ഇതാണ് ഇവിടെ പെരിവിറ്റലൈൻ സ്പേസ് കാണിച്ചേക്കുന്നത്. അപ്പൊ പെരിവിറ്റലൈൻ സ്പേസിനെ സൾഫേറ്റ് ചെയ്യിക്കും. ആക്ച്വലി പെരിവിറ്റലൈൻ സ്പേസ് ഞാൻ നേരത്തെ ഡയഗ്രാമിൽ വരച്ച് കാണിച്ചില്ല. അതായത് നമ്മുടെ ഈ ഇവര് രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ. ഇപ്പം ഒരു മിനിറ്റ് ഇടാ, പഴയ പിക്ചർ ഒന്ന് കാണിക്കുവാണ്. നമ്മൾ അതെ ഇതില് ഈ ബ്ലാക്കിൽ വരച്ചേക്കുന്ന ഏരിയ ഉണ്ടല്ലോ, ഇതാണ് പെരിവിറ്റലൈൻ സ്പേസ് എന്ന് പറയുന്നത് കേട്ടോ. ദിസ് ഇസ് കോൾഡ് എസ് പെരിവിറ്റലൈൻ സ്പേസ്. ഓക്കെ, അപ്പൊ ആ പെരിവിറ്റലൈൻ സ്പേസിൽ എന്ത് ചെയ്യും, അത് സൾഫേറ്റ് ചെയ്യും. സോ ഇറ്റ് സൾഫേറ്റ്സ് വാട്ട്, ഇറ്റ് സൾഫേറ്റ്സ് പെരിവിറ്റലൈൻ സ്പേസ്. ഓക്കെ, അങ്ങനെ സൾഫേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പെരിവിറ്റലൈൻ സ്പേസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അനദർ പ്രോട്ടീൻ കോൾഡ് എസ് gastrulation defective protein. So recognized by
ഗ്യാസ്ട്രുലേഷൻ, ഇതാണ് ഗ്യാസ്ട്രുലേഷൻ ഡിഫക്റ്റീവ് പ്രോട്ടീൻ. ഗ്യാസ്ട്രുലേഷൻ ഡിഫക്റ്റീവ് ഈ പ്രോട്ടീൻ റെക്കഗ്നൈസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ദിസ് ബൈൻഡ്സ് ടു അനദർ പ്രോട്ടീൻ കോൾഡ് സ്നേക്ക്. സോ GD ബൈൻഡ്സ് വിത്ത് സ്നേക്ക്. നിങ്ങൾ ഇവിടെ എഴുതിക്കോട്ടോ, ഞാൻ ഇവിടെ എഴുതാവേ. സോ ദിസ് ബൈൻഡ്സ് വിത്ത് വാട്ട്? GD ബൈൻഡ്സ് വിത്ത് സ്നേക്ക്. സ്നേക്ക് എന്ന് പറഞ്ഞ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടിയോലൈറ്റിക് ആണ്. ആക്ച്വലി അത് ക്ലീവ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആട്ടോ. കട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സാധനമാണ് സ്നേക്ക്. സ്നേക്ക് എന്ത് ചെയ്യുന്നറിയാവോ? ദിസ് ആക്ടിവേറ്റ് അനദർ പ്രോട്ടീൻ കോൾഡ് ഈസ്റ്റർ. അങ്ങനെ ഈസ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്ത് ഈസ്റ്ററിനെ ക്ലീവ് ചെയ്യും. ഇവിടെ ഈസ്റ്ററിനെ ക്ലീവ് ചെയ്തേക്കുക. ഒന്നുകൂടെ നോക്കിക്കേ, ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് ആബ്സെന്റ് ആണ്. അപ്പൊ അവർ ആരെ ആക്ടിവേറ്റ്? മിറർ ഒന്നും ഇല്ല കേട്ടോ. അപ്പൊ ഇവിടെ പൈപ്പ് ആക്റ്റീവ് ആവും. പൈപ്പിന് 2 പ്രോട്ടീൻസ് ഉണ്ട്, വിൻബ്യൂട്ടയിലും ന്യൂഡലും. ന്യൂഡലിന്റെ സ്പെല്ലിംഗ് തെറ്റ്, DEL ആണ്, NUDEL. ഓക്കെ, എന്നിട്ട് അതെന്ത് ചെയ്യും? അവര് പോയിട്ട് ഈ പെരിവിറ്റലൈൻ സ്പേസിനെ സൾഫേറ്റ് ചെയ്യും. ആ സൾഫേഷനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് GD ഗ്യാസ്ട്രുലേഷൻ ഡിഫക്റ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ്. അത് നേരെ എന്ത് ചെയ്യും? അത് സ്നേക്ക് എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അത് ഈസ്റ്റർ എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് പാരലലി സ്നേക്ക് ഈസ്റ്ററിനെ ക്ലീവ് ചെയ്യും. ക്ലീവ് ചെയ്ത് എന്ത് സംഭവിക്കുന്ന അറിയാമോ? ദ ക്ലീവ്ഡ് പോർഷൻ ഓഫ് ഈസ്റ്റർ. ഇതാണ് ഈസ്റ്ററിന്റെ ക്ലീവ്ഡ് പാർട്ട്. ഈ പച്ച കേട്ടോ, ഈ പച്ച ഇത് ക്ലീവ് ചെയ്ത ഭാഗമല്ലേ? ഈ ക്ലീവ് ചെയ്ത ഭാഗം പോയിട്ട് ആരുമായിട്ട് ബൈൻഡ് ചെയ്യും? ഇറ്റ് ബൈൻഡ്സ് വിത്ത് അനദർ പ്രോട്ടീൻ കോൾഡ് സ്പാറ്റ്സിൽ. സ്പാറ്റ്സിൽ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനായിട്ട് ആര് ബൈൻഡ് ചെയ്യും? ഈ സാധനം പോയിട്ട് ബൈൻഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ സ്പാസിന് നേരെ ഒരു ടോൾ ലൈക്ക് റിസെപ്റ്റർ. സോ ദിസ് ഇസ് കോൾഡ് ആസ് വാട്ട്? ദിസ് ഇസ് എ ടോൾ ലൈക്ക് റിസെപ്റ്റർ. ഒരു ടോൾ ലൈക്ക് റിസെപ്റ്ററിലോട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ ഈ ടോൾ ലൈക്ക് റിസെപ്റ്ററിന് 2 കോമ്പണൻസ് ആ ഉള്ളത്. വൺ ഇസ് കോൾഡ് ആസ് പെല്ലെ ആൻഡ് അതർ ഇസ് കോൾഡ് ആസ് ട്യൂബ്. ട്യൂബ് എന്നൊരു റീജിയനും ഉണ്ട്, പെല്ലെ. ഇതാട്ടോ നമ്മുടെ ടോൾ ലൈക്ക് റിസെപ്റ്റർ. അവർക്ക് 2 ഭാഗങ്ങളുണ്ട്, ഒന്ന് ട്യൂബും ഒന്ന് പെല്ലയും ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പെല്ലയുണ്ട്, ട്യൂബും ഉണ്ട്, പെല്ലയുണ്ട്. ഈ പെല്ലെ എന്ത് ചെയ്യുന്നറിയാമോ? ദിസ് പെല്ലെ ആക്ടിവേറ്റ്സ് എ കൈനേസ്. ദിസ് ആക്ടിവേറ്റ്സ് വാട്ട്? ദിസ് ആക്ടിവേറ്റ്സ് എ കൈനേസ്. ഒരു കൈനേസിനെ പെല്ലെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ദിസ് വിൽ ഫോസ്ഫോറൈലേറ്റ് കാക്ടസ്. ഈ കാക്ടസിന്റെ അകത്തേക്ക് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ ദിസ് ആക്ടിവേറ്റ് എ കൈനേസ്. നിങ്ങൾ ആരോ ഇട്ട് എഴുതിപ്പോട്ടെ, ഞാൻ പറയുന്നത് ആരോ ഇട്ട് എഴുതിപ്പോയെ. സോ ദിസ് ആക്ടിവേറ്റ്സ് വാട്ട്? സോ പെല്ലെ ഉണ്ട്, ട്യൂബും ഉണ്ട്. ആർക്ക്? ടോൾ ലൈക്ക് റിസെപ്റ്ററിന്. സോ പെല്ലെ എന്ത് ചെയ്യും? പെല്ലെ ആക്ടിവേറ്റ് എ കൈനേസ്. ദാറ്റ് കൈനേസ് ഫോസ്ഫോറൈലേറ്റ് whom? That kinase phosphorylate cactus. അപ്പൊ ഈ കാക്ടസ് ഉണ്ടല്ലോ, ഡോർസൽ എന്ന് പറയുന്ന പ്രോട്ടീനെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഡോർസലിനെ പിടിച്ചു വെച്ചേക്കുമായിരുന്നു. ഓക്കെ, പക്ഷേ എന്ത് പറ്റി? കാക്ടസ് മറ്റേ പെല്ലെ പോയിട്ട് കാക്ടസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്ത് ഡിഗ്രേഡ് ചെയ്യിപ്പിക്കും. അങ്ങനെ കാക്ടസ് ഇപ്പൊ ഇല്ല. അപ്പൊ ഡോർസൽ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തായി? അത് ഫ്രീ ആയി. ഓക്കെ, സോ ഡോർസൽ ബിക്കംസ് ഫ്രീ. അങ്ങനെ ഫ്രീ ആയ ഡോർസൽ പ്രോട്ടീൻ നേരെ എങ്ങോട്ടേക്ക് പോയി? ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ വെൻട്രൽ ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് സൈഡ് ബിക്കംസ് വാട്ട്? ഇറ്റ് ബിക്കംസ് വെൻട്രൽ. അപ്പൊ നോക്കിക്കേ, ഡോർസൽ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ വെൻട്രൽ സൈഡ് ഫോം ചെയ്യത്തുള്ളൂ. മനസ്സിലായോ? ഒന്നും കൂടെ പറയട്ടെ? ഒന്നും കൂടെ പറയാം. അപ്പൊ ആദ്യം മുതൽ നോക്കിക്കോ. സോ ഇവിടെ നോക്കിക്കേ, ദർ ഇസ് നോ ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ്. അപ്പൊ മറ്റേടത്ത് നമ്മൾ കണ്ടായിരുന്നു, ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് നടക്കുമ്പോഴത്തേക്ക് അവിടെ പൈപ്പ് മിറർ പ്രോട്ടീനോ മിറർ പ്രോട്ടീൻ ആദ്യം ഉണ്ടാവും. അത് നേരെ പൈപ്പിനെ ഇൻഹിബിറ്റ് ചെയ്യും. ആ പോർഷൻ എന്തായി മാറും? അത് ഡോർസൽ സൈഡായിട്ട് മാറും.
ഓക്കെ. അപ്പൊ അങ്ങനെ ബൈൻഡിങ് ഇവിടെ നടക്കുന്നില്ല. അങ്ങനെ ബൈൻഡിങ് നടക്കാത്ത കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് നോക്കിക്കോ. നേരെ ഇറ്റ് ആക്ടിവേറ്റ്സ് എ പ്രോട്ടീൻ കോൾഡ് പൈപ്പ്. നമ്മുടെ പൈപ്പ് എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഇവിടെ ആക്റ്റീവ് ആവും. അപ്പൊ പൈപ്പ് ആക്റ്റീവ് ആകുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? പൈപ്പിന് രണ്ട് ആൾക്കാരാണ് അസോസിയേറ്റ് ചെയ്തുള്ളത്. ഒന്നെന്താ വിൻബ്യൂട്ടയിലും മറ്റേതാരാ ന്യൂഡൽ എന്ന് പറയുന്ന പ്രോട്ടീനും ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നറിയാമോ? പെരിവിറ്റലൈൻ സ്പേസിനെ പോയിട്ട് സൾഫേറ്റ് ചെയ്യും. അങ്ങനെ പെരിവിറ്റലൈൻ സ്പേസ് സൾഫേറ്റ് ആവുമ്പം അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ആൾക്കാരാണ് GD എന്ന് പറയുന്ന പ്രോട്ടീൻ, ഗ്യാസ്ട്രലേഷൻ ഡിഫക്റ്റീവ് പ്രോട്ടീൻ അഥവാ GD പ്രോട്ടീൻ ഉണ്ട്. അപ്പൊ ഈ GD പ്രോട്ടീൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ GD പ്രോട്ടീൻ സ്നേക്ക് എന്ന് പറഞ്ഞ പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അവർ സ്നേക്കിനെ ക്ലീവും ചെയ്യും. ഓക്കെ. ഈ സ്നേക്ക് ക്ലീവ്ഡ് പോർഷൻ ഓഫ് ഈ സ്നേക്ക് എന്ത് ചെയ്യും? ഈസ്റ്റർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ പോയിട്ട് ബൈൻഡ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഈസ്റ്ററിന്റെ ഒരു ഭാഗം ആര് ക്ലീവ് ചെയ്യും? ഈ സ്നേക്ക് പ്രോട്ടീൻ വീണ്ടും പോയിട്ട് ക്ലീവ് ചെയ്യും. ഓക്കെ. അങ്ങനെ ആ ക്ലീവ്ഡ് പോർഷൻ ഓഫ് ഈസ്റ്റർ ഉണ്ടല്ലോ, അത് സ്പാക്സിൽ എന്ന് പറഞ്ഞ വേറൊരു പ്രോട്ടീനായിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ. ആ സമയത്ത് this will activate another protein called ഒരു റിസെപ്റ്റർ ആയിട്ടുള്ള ടോൾ റിസെപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ ടോൾ റിസെപ്റ്ററിന് രണ്ട് കോമ്പണൻസ് ഉണ്ട്. ഒന്നാമത്തെ കോമ്പണന്റ് ആണ് പെല്ലെ, രണ്ടാമത്തെ കോമ്പണന്റ് ആണ് ട്യൂബ്. അപ്പൊ ഈ പെല്ലെ എന്താ? അതൊരു കൈനേസ് ആണ്. ഒരു കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഈ കൈനേസ് എന്ത് ചെയ്യും? അത് കാക്ടസ് എന്ന് പറഞ്ഞ ഈ പ്രോട്ടീനെ പോയിട്ട് ഫോസ്ഫോറൈലേറ്റ് ചെയ്യും. ഓക്കെ. ഇത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്സ് ഇവിടെ കാക്ടസിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് ഫോസ്ഫോറൈലേറ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ സാധനം അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ. കാക്ടസ് അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് പോകും. അപ്പൊ ഡോർസൽ എന്ന് പറയുന്ന പ്രോട്ടീൻ എന്തായി? ഫ്രീ ആയി. ആക്ച്വലി ഡോർസലും കാക്ടസും കൂടെ ഇങ്ങനെ അടുത്തടുത്തായിരുന്നു ഇരുന്നത് കേട്ടോ. അപ്പൊ ഈ പെല്ലെ പോയിട്ട് ഈ കാക്ടസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിച്ചു? ഡോർസൽ ഫ്രീ ആയി. അപ്പൊ ഫ്രീ ആയ ഡോർസൽ നേരെ എങ്ങോട്ട് എത്തി? വെൻട്രൽ ആവേണ്ട സെൽസ് ഏതാണോ അവരുടെ ന്യൂക്ലിയസിലെത്തി. അങ്ങനെ അത് വെൻട്രൽ സൈഡായിട്ട് ഫോം ചെയ്തു. മനസ്സിലായോ? ഇത് എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനെ കുറച്ച് പ്രോട്ടീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്നേ ഉള്ളൂ. മനസ്സിലായോ? നിത ഉണ്ടോ? നിത നിത ഒന്ന് സമ്മറൈസ് ചെയ്യാവോടാ? ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഒന്ന് പറയൂ. ഇത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയാമോ? ശ്രദ്ധിച്ചോ? എല്ലാരും ശ്രദ്ധിച്ചോ കേട്ടോ. ആദ്യം എന്നെ പറ്റിയേ? ഓ മതി മതി. നമുക്ക് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. ഗുർക്കൻ ടോർപിഡോ ബൈൻഡിങ് നടന്നിട്ടില്ലെങ്കിൽ പൈപ്പ് ആക്റ്റീവ് ആയിരിക്കും. ഈ പൈപ്പിൽ രണ്ട് പാർട്സ് ഉണ്ട്, വിൻഡ് ബ്യൂട്ടലും ന്യൂഡലും. ഇത് പെരിവിറ്റലൈൻ സ്പേസിനെ സൾഫേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ GD എന്ന് പറയുന്ന GD എന്തായിരുന്നു? ഗ്യാസ്ട്രലേഷൻ ഡിഫക്റ്റീവ്. ഓക്കെ. അത് സ്നേക്ക് പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യും. അങ്ങനെ ഈ സ്നേക്ക് പ്രോട്ടീൻ ക്ലീവ്ഡ് ആവും. അപ്പൊ അതിന്റെ ക്ലീവ്ഡ് പോർഷൻ ഈസ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്നിട്ട് അത് സ്പാക്സിൽ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ ആയിട്ട് ബൈൻഡ് ചെയ്യും. അതിനുശേഷം ടോൾ റിസെപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്യും. ടോളിന് രണ്ട് പാർട്സ് ഉണ്ട്, പെല്ലയും. പെല്ലെ കൈനീസിനെ ആക്ടിവേറ്റ് ചെയ്യും. അത് കാക്ടസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്തിട്ട്, അപ്പൊ ഈ കാക്ടസിന്റെ കൂടെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്ന പ്രോട്ടീനാണ് ഡോർസൽ പ്രോട്ടീൻ. അപ്പൊ ഈ പെല്ലെ കാക്ടസിനെ ഫോസ്ഫോറൈലേറ്റ് ചെയ്യുമ്പോൾ എന്നിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യും. അപ്പൊ ഡോർസൽ അതൊന്ന് ഫ്രീ ആവും. എന്നിട്ട് ഡോർസൽ വെൻട്രൽ ന്യൂക്ലിയസിൽ എത്തിയിട്ട് അത് വെൻട്രൽ സൈഡായിട്ട് ഫോം ചെയ്യും. വെരി ഗുഡ്. ഓക്കെ. എല്ലാവർക്കും മനസ്സിലായോ? എത്ര ഉള്ളൂ കാര്യം. അപ്പൊ ഡ്രോസോഫിലയുടെ ഡോർസൽ വെൻട്രൽ ആക്സിസ് നമ്മൾ ഉണ്ടാക്കി, ആന്റീരിയർ പോസ്റ്റീരിയർ സൈഡ് നമ്മൾ ഉണ്ടാക്കി. ഇതിനെ വെച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. കുറെ നിങ്ങൾ റിവൈസ് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ നല്ല രസമായിരിക്കും. നിങ്ങൾ പഠിക്കാതെ വരുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. ഓക്കെ. അപ്പം ഇന്നത്തെ പരിപാടി നിർത്താം. മനസ്സിലായോ ഇന്നത്തെ ക്ലാസ്? ഇപ്പൊ ഡ്രോസോഫിലക്കകത്ത് ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സൈഗോട്ടിക് ജീൻസ് ഉണ്ട്. അതായത് മറ്റേ ഇതൊക്കെ ഉണ്ട് കേട്ടോ, എന്താണ് അൾട്രാബൈത്തോറാക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.